ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അറിയുക എന്ന് പറയുന്നതാണ് ആത്മീയതയുടെ മതം. അനുഭവിക്കുക എന്ന് പറയുന്നത് ആത്മീയതയുടെ സുഖം. അതുപോലെ അറിവായിരിക്കുക എന്നുള്ളത് ആത്മീയതയുടെ രസം. ഇതാണ് നമ്മുടെ ഋഷിമാർ നമുക്ക് മുന്നിൽ ആത്മീയതയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്തുകൊണ്ടാണ് അറിയുന്നത്? ആരാണ് അറിയുന്നത്? എങ്ങനെയാണ് സുഖം അനുഭവിക്കുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ സുഖം? ഇതിനെ ഒരു സാധകൻ തിരിച്ചറിഞ്ഞാൽ അവൻ്റെ യാത്ര അവസാനിച്ചു. സാധാരണ നമ്മൾ മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും അതിനെ ബുദ്ധി കൊണ്ടും വിശകലനം ചെയ്താണ് ഓരോ കാര്യങ്ങളെയും നമ്മൾ തിരിച്ചറിയുന്നത്. ഒരു സാധകൻ അവൻ്റെ സാധന യാത്ര അല്ലെങ്കിൽ ഉപാസന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഏതോ ഒരു നിമിഷത്തിൽ അവൻ ഈ ഉപകരണങ്ങളെ ഉപയോഗിക്കാതെ അവന് അറിവ് ലഭിക്കുന്നു. അങ്ങനെ അവൻ ആ അറിവിനെ ലഭിക്കുമ്പോൾ അവൻ അറിവായി മാറുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ സത്യം എന്താണ് എന്നുള്ള തിരിച്ചറിവ് അവന് ലഭിക്കുന്നു. ആ ഒരു യാത്രയാണ് ഒരു സാധകൻ്റെ യാത്ര എന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് ഓരോ സാധകർക്കും എത്തുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സത്സംഗത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പടിഞ്ഞാറക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തിത്വവും ഒരു മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ അനുഭവ സമ്പത്താണ് നമ്മളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ VK സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നാണ്. നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ. നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ കാണുന്ന രീതിയിലുള്ള ഭാരതം വാസ്തവത്തിൽ ഭാരതത്തിൻ്റെ ശരിയായ രൂപമൊന്നുമല്ല. ഭാരതം വാസ്തവത്തിൽ ഒരു ആധ്യാത്മിക നാടാണ്. ഭാരതത്തെപ്പറ്റി വിഷ്ണു പുരാണത്തിനകത്ത് പറയുന്നുണ്ട്, ദേവന്മാർ പോലും ഭാരതത്തിൽ വന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദേവാനാം പ്രിയ എന്നവർ പറയുന്നുണ്ട്, വിഷ്ണു പുരാണത്തിൽ വിസ്തരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇപ്പോഴും വാസ്തവത്തിൽ ആകാശത്തുള്ള ദേവന്മാരുടെ അടുക്കൽ ദേവന്മാരെ സന്തോഷിപ്പിക്കുന്ന അപ്സരസ്സുകൾ രാത്രികാലങ്ങളിൽ ഭാരതത്തിൽ വന്ന് നൃത്തം ചെയ്ത് സ്വയം സന്തുഷ്ടരായിട്ട് തൃപ്തരായിട്ട് മടങ്ങിപ്പോകുന്നു എന്ന് ഇപ്പോഴും പറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോഴും അപ്സരസ്സുകൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോഴങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു നാടാണ് ഭാരതം. ഭാരതം എന്നുള്ള വാക്കിൻ്റെ ശബ്ദാർത്ഥം ഭായാം രഥം, ഭാസിൽ നിമഗ്നമായിട്ടുള്ളത്, പ്രകാശം നിറഞ്ഞിട്ടുള്ള പ്രദേശം എന്നർത്ഥമാണ്. എന്ത് പ്രകാശമാണ് ഇവിടെ ഉള്ളത്? ആധ്യാത്മികമായ പ്രകാശം. ആധ്യാത്മികമായ നാടാണ്. മഹാന്മാരുടെ ഒരു നാടാണ്. ഋഷീശ്വരന്മാരുടെ നാടാണ്. വേദങ്ങളുടെ നാടാണ്. ഇത്രയും മഹത്വമുള്ള ഒരു പ്രദേശത്ത് ശ്രീരാമന് പോലും താമസിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ശ്രീകൃഷ്ണൻ ഇവിടെയാണ് ജനിച്ചത്. മഹത്തായ എല്ലാ ആളുകളും ഭാരതത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. മൊത്തത്തിൽ രാവണവധത്തിന് ശേഷം ശ്രീരാമനോട് വിഭീഷണൻ പറഞ്ഞു അവിടെ ലങ്കയിൽ താമസിക്കാൻ. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഭാരതമാണ് എനിക്കിഷ്ടം. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദവിഗരീയസി എന്ന് രാമായണം പറയുന്നു. അദ്ദേഹം തിരിച്ച് ഭാരതത്തിലേക്ക് തന്നെ വന്ന് രാജ്യം ഭരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രകാശത്തിൽ ആധ്യാത്മികതയുടെ ഈ പ്രദേശത്ത് ജനിച്ചു വളരാൻ നമുക്ക് സൗഭാഗ്യം കിട്ടി. വേദങ്ങളുടെ നാടാണ്.
പക്ഷേ നമ്മുടെ ആളുകൾ മൊത്തത്തിൽ തന്നെ വേദങ്ങൾ ധാരാളമായിട്ട് വായിക്കുന്നവർ ഉണ്ടോന്നോ. വേദങ്ങൾ ഏതായാലും 4 വേദങ്ങളും ഏകദേശം വായിച്ചു പോയിട്ടുണ്ട് ഞാൻ, വ്യാഖ്യാന സഹിതം. വേദങ്ങൾ മഹത്തായ ഈ പ്രപഞ്ചത്തിൻ്റെ സത്യസ്ഥിതികളെപ്പറ്റി പറയുന്നു. മാത്രമല്ല എത്രയോ ദീർഘകാലം മുൻപ് മുതലേ ഭാരതത്തിലുള്ള ആദ്യത്തെ ഒരു സാഹിത്യ സംരംഭമാണ് ഈ വേദമെന്ന് പറയുന്നത്. വിത് എന്നൊരു ക്രിയാധാതുവാണ് ഇതിൻ്റെ മൂലരൂപം. വിതെന്ന് പറഞ്ഞാൽ അറിവ് എന്നർത്ഥമാണ്. അറിവ് സാധാരണ അറിവല്ല, പ്രപഞ്ചത്തെ പറ്റിയുള്ള അറിവാണ്. പ്രപഞ്ചം എന്താണ്? പഞ്ചീകൃതമായ ആണ് പ്രപഞ്ചം. എന്തുവാണ് പഞ്ചീകൃതം? പൃഥിവി, തേജോ, വായു, ആകാശം ഇത്രയും നിറഞ്ഞതാണ്. നമ്മളുടെ സാധാരണ ശരീരത്തിലുള്ള എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് ഒരു ഇല എടുത്ത് നോക്കിയാൽ അതിലേക്ക് കാണാം. എല്ലാം പ്രപഞ്ചം മുഴുവൻ ഒരേപോലെയുള്ളതാണ്. ഒരില എടുത്ത് നോക്കിയാലും ഈ 5 വസ്തുക്കൾ കാണാം. ശരീരത്തിൽ ഈ 5 വസ്തുക്കളാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഭാരതത്തിലുണ്ട്. പക്ഷേ ലോകത്തിൽ ഇത്രയും മഹത്തായ കാഴ്ചപ്പാടുള്ള പ്രദേശം വേറെ ഇല്ല. വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഇതിഹാസങ്ങൾ, എന്തെല്ലാം മഹത്തായ ഗ്രന്ഥങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റു ഒരു പ്രാവശ്യം പറഞ്ഞു, ലോകത്തിലെ മുഴുവൻ പുസ്തകങ്ങളും കൂടെ ഗ്രന്ഥശേഖരം ചെയ്താൽ ഭാരതത്തിലെ പ്രാചീന കാലത്തെ പുസ്തകത്തിൻ്റെ അത്രയും കഷ്ടിച്ച് വരും, ബാക്കി കാലത്തെ കിടക്കുക എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ഈ പുസ്തകമുണ്ട്. വളരെ മഹത്തായ കാര്യങ്ങളാണ്. ഇന്ത്യയുടെ ആത്മാവെന്നതിനകത്ത് ദാമോദരൻ പറഞ്ഞു, ഒട്ടനവധി മഹാത്മാക്കളുടെ ഈ പ്രദേശത്ത് ജനിക്കാൻ സാധിച്ചത് ഭാഗ്യമായി പോയി എന്ന്. ഇത് ഒരു പ്രധാന കാര്യം. ഈ വേദങ്ങളിലേക്ക് കടന്നാലോ, വേദങ്ങൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ ഋഗ്വേദത്തിനകത്ത് പ്രധാനമായിട്ടും സ്തുതികളാണ് കാണുന്നത്. ഏതാണ്ട് 15,000-ഓളം മന്ത്രങ്ങളാണ് ഋഗ്വേദത്തിലുള്ളത്. 15,500-ഓളം മന്ത്രങ്ങൾ വരും. മൊത്തത്തിൽ സ്തുതികളാണ് കൂടുതലായിട്ടുള്ള സ്തുതികളാണ്. ദേവേന്ദ്രനാണ് പ്രധാനപ്പെട്ട ദേവൻ അതിനകത്ത്. പിന്നെ അനവധി ദേവന്മാരുണ്ട്. ദേവേന്ദ്രൻ പ്രപഞ്ചത്തിൻ്റെ കർത്താവാണ്. ദേവേന്ദ്രന് ഐരാവതം എന്ന് പേരുള്ള ഒരു വാഹനം ഇല്ല, ഉണ്ടെന്ന് ആളുകൾ പറയും. അവിടെ ഐരാവതമല്ല ഉള്ളത്. ദേവേന്ദ്രന് കുതിരയാണ്, പെൺകുതിര വളരെ വേഗതയോടുകൂടി അതിശയിക സ്ഥലത്ത് എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. പെൺകുതിരയാണ് അവിടെ ആവശ്യമായിട്ടുള്ളത്. ദേവേന്ദ്രൻ പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേരും. ധർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ശത്രുക്കളെ കൊന്നൊടുക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കാര്യമാണ്. എന്നിട്ട് സത്യം നിലനിർത്തണം, ധർമ്മം നിലനിർത്തണം. ധർമ്മം നിലനിർത്തുക എന്നത് വേദത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. വേദം ധർമ്മമൂലം എന്നൊരു ചൊല്ല് തന്നെ ഉണ്ട്. വേദം ധർമ്മമൂലമാണ്. ധർമ്മത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടി അധർമ്മികളെ തല്ലി ഓടിക്കണം എന്ന് പറയാറുണ്ട്. അപ്പം വേദത്തിന് ഇനി ഋഗ്വേദത്തിനകത്ത് ആദ്യന്തം സ്തുതികളും തുടർന്ന് കുറേ ആഗ്രഹങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഞാൻ ഏതാണ്ട് ഋഗ്വേദം മുഴുവൻ വായിച്ചപ്പോൾ അതിൽ വ്യാഖ്യാനമുള്ള നമുക്ക് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുടെ വ്യാഖ്യാനം, നല്ല വിസ്തരിച്ച വ്യാഖ്യാനമുള്ള
പുസ്തകം ഉണ്ട്. അതിനകത്ത് പറയുമ്പോൾ ഒട്ടനവധി ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥനകൾ എനിക്കും എൻ്റെ കുട്ടികൾക്കുമായിട്ട് നല്ല നില ഉണ്ടാവണം, 4 നിലയുള്ള കെട്ടിടങ്ങൾ കിട്ടണേ, കുട്ടികളെല്ലാം നല്ലതാവണേ, നല്ല ജീവിതം കിട്ടണേ, നല്ല തരത്തിലുള്ള അന്തരീക്ഷം കിട്ടണേ, അത് എനിക്ക് മാത്രമല്ല അയൽവക്കക്കാർക്കും നന്മയുണ്ടാവണേ, എല്ലാ ആളുകളും നല്ലതായിരിക്കണേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകളാണ്. പ്രാർത്ഥന എന്ന വാക്കിനർത്ഥം യാചിക്കുക എന്നാണ്. അപ്പം അങ്ങനെ ചെയ്യണേ അങ്ങനെ ചെയ്യണേ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് ഈ ഋഗ്വേദത്തിലും മറ്റ് വേദങ്ങളിലും പ്രധാനമായിട്ട് ഉള്ള ചില മന്ത്രങ്ങളുണ്ട്, ചില സൂക്തങ്ങൾ. ഗായത്രി എന്ന് പറഞ്ഞ മന്ത്രമുണ്ട്, അതുപോലെ രുദ്രസൂക്തമുണ്ട്, വിഷ്ണു സൂക്തമുണ്ട്, ഹിരണ്യഗർഭ സൂക്തമുണ്ട്, അക്ഷസൂക്തമുണ്ട്, ഒട്ടനവധി സൂക്തമുണ്ട്, വളരെ സൂക്തങ്ങളുമുണ്ട്. സൂക്തങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ പറയുന്നതാണ്, അതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതുമാണ്. അത് അഗ്നിഗർഭസൂക്തമുണ്ട്, നാസതീയ സൂക്തമുണ്ട്, പ്രപഞ്ചമുണ്ടായ കഥ പറയുന്നുണ്ട്. അതൊരു പ്രത്യേകതയാണ്. നാസതീയ സൂക്തം പ്രപഞ്ചമുണ്ടാകുന്നതിന് മുമ്പ് നാസതീയ അതില്ലായിരുന്നു, സത്തില്ലായിരുന്നു, അസത്തില്ലായിരുന്നു, അതില്ലായിരുന്നു, കരയില്ലായിരുന്നു, ഉണ്ടായിരുന്നത് കേവലം വെള്ളം മാത്രമായിരുന്നു. വെള്ളത്തിൽ തന്നെ ഇങ്ങനെ മുങ്ങിക്കിടക്കുമായിരുന്നു. അതിൽ നിന്ന് പിന്നീട് ഓരോന്നുണ്ടായി വരിക ഉണ്ടായത്. നമ്മുടെ വിഷ്ണു സങ്കല്പം അതുപോലെയാണ്. ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മഹാവിഷ്ണു ഇങ്ങനെ പത്മനാഭസ്വാമി ജലത്തിൽ കിടക്കുന്നതായിട്ടാണ് സങ്കല്പമുള്ളത്. അപ്പോൾ അത് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പം ഭാരതം സാമാന്യമല്ല, ഇന്ന് ഇതെല്ലാം വട്ടത്തിലാക്കി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ വേദത്തിൽ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾക്ക് ശേഷം കുറേ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും കൂടുതൽ നമ്മുടെ സ്വർഗലോകത്തെ പറ്റിയും യമനെ പോലെയും മരണകാര്യങ്ങളും ജനനകാര്യങ്ങളും കുടുംബകാര്യങ്ങളും ഭൂമിശാസ്ത്രവും ശാസ്ത്രവും എല്ലാം പറയുന്നു. ദേവന്മാരെ പറ്റി പറയുന്നു. ദേവന്മാരെന്ന് പറഞ്ഞാൽ എല്ലാം ദേവന്മാരാ. വായുദേവൻ, സൂര്യദേവൻ, അതുപോലെ അഗ്നിദേവൻ. അഗ്നി എന്ന് പറഞ്ഞാൽ ദേവനാണ്. അഗ്നി ഇല്ലാതെ ഇല്ല. അഗ്നി തന്നെയാണ് നമ്മളും, അഗ്നി തന്നെയാണ് നിങ്ങളും. നമ്മൾ അഗ്നിയിലാണ്. ജഠരാഗ്നിയുണ്ട്, ബടവാഗ്നിയുണ്ട്, അഗ്നിയുടെ പല രൂപങ്ങളുമുണ്ട്. അഗ്നിയാണ് ജലം, ജലത്തിലാണ് അഗ്നിയുള്ളത്. അപ്പോൾ വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട് ജലത്തിൽ നിന്ന്. ഇതെല്ലാം വേദത്തിനകത്ത് പറയുന്ന കാര്യങ്ങളാണ്. ചുരുക്കത്തിൽ വേദത്തിന് ഇല്ലാത്ത കാര്യങ്ങൾ ഭൂമിയിലില്ല എന്ന് വരും. വൈദ്യുതിയെ പറ്റിയായി, പറഞ്ഞ പോലെ മണ്ണിനെ പറ്റിയായി. അഥർവവേദത്തിൽ ഭൂമി സൂക്തം എന്നും പറഞ്ഞ് ഒരു 70ഓളം മന്ത്രങ്ങളുള്ള ഒരു സൂക്തമുണ്ട്, ഭൂമി സൂക്തം. അല്ലയോ അമ്മേ, മാതാവാണ് അങ്ങ്. ഞാൻ പുത്രോഹം പൃഥിവ്യാ, പുത്രോഹം പൃഥിവ്യാ, പൃഥിവിയുടെ പുത്രനാണ് ഞങ്ങൾ, മാതൃഭൂമി എന്നുള്ളൊരു സൂക്തമുണ്ട്. 70ഓളം മന്ത്രങ്ങളാണ്, വിശേഷപ്പെട്ട സൂക്തങ്ങളാണ്. അഥർവവേദം എന്ന് പറഞ്ഞാൽ മിക്കവാറും വിവിധ വിഷയങ്ങളാണ് അതിനകത്തുള്ളത്. അതിനകത്ത് മന്ത്രവാദങ്ങളുണ്ട്, മരുന്നുകളുടെ വിവരങ്ങളുണ്ട്, ഒട്ടനവധി കേശ സംരക്ഷണത്തിൻ്റെ ഉണ്ട്. അതിനകത്തും മാന്ത്രിക കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് അഥർവവേദത്തിനെ വേദമായിട്ട് അംഗീകരിച്ചത് വേദത്രയീ എന്നാണ് പറയുന്നത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം. യജുർവേദത്തിനകത്ത് പ്രധാനമായിട്ടും യാഗങ്ങളും കുറച്ച് മന്ത്രങ്ങളും യാഗങ്ങളെ പറ്റിയാണ്. യജുസ് എന്ന് പറഞ്ഞാൽ തന്നെ യാഗം ചെയ്യുക എന്ന അർത്ഥം.
യാഗങ്ങൾ മിക്കവാറും ഹിംസാത്മകങ്ങളാണ് പലപ്പോഴും വരാറുള്ളത്. പിന്നെ യാഗങ്ങൾ എന്ന് പറയാൻ ഇല്ല, നമ്മുടെ നാട്ടിൽ യാഗങ്ങളൊന്നും ഇല്ലാണ്ടായി. പിന്നെ തുടർന്ന് അതിനകത്ത് കുറച്ച് മന്ത്രങ്ങളുണ്ട്. പുരുഷ സൂക്തമുണ്ട്, ഭാഗ്യസൂക്തമുണ്ട്. പിന്നീട് അതിനകത്ത് ശിവനെ സംബന്ധിക്കുന്ന സൂക്തങ്ങളുണ്ട്, ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് പ്രാതരഗ്നിയും പ്രാതരിന്ദ്രം ഹവാമഹേ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ ഉണ്ട്. പ്രാതരഗ്നിയും രാവിലെ ഞാൻ അഗ്നിയെ വിളിക്കുന്നേ, പ്രാതരിന്ദ്രനെ ഞാൻ വിളിക്കുന്നേ, ഹവാമഹേ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നു എന്നർത്ഥം. ഞാൻ അങ്ങയെ ആഹ്വാനം ചെയ്യുന്നേ, നമ്മളെ രക്ഷിക്കണേ. പിന്നെ അതിനകത്ത് മിത്രാവരുണന്മാരെ വിളിക്കുന്നുണ്ട്, വരണേ ഞങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ശിവസങ്കല്പ സൂക്തം എന്ന് പറഞ്ഞിട്ടുള്ള യജുർവേദത്തിലുണ്ട്. എൻ്റെ ഹൃദയത്തിനകത്ത് ശിവസങ്കല്പം ഉണ്ടാവണേ, മംഗളകരമായ ഭാവങ്ങളെ ഉണ്ടാകാവേ, മറ്റു മനുഷ്യരോടൊക്കെ സ്നേഹമുണ്ടാവണേ, നല്ലതാവണേ, ഞാൻ ഏറ്റവും മികച്ച മനസ്സുള്ളവനാവണേ, ഒരിക്കലും എൻ്റെ മനുഷ്യ ദൂഷ്യമുള്ളവരാവരുതേ എന്ന് പ്രാർത്ഥനയാണ്. അപ്പോൾ ചുരുക്കത്തിൽ വന്നു കഴിയുമ്പോൾ വേദങ്ങളിൽ ഋഗ്വേദത്തിൽ പ്രധാനമായിട്ടും പ്രാർത്ഥനകൾ കുറേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് ധാരാളം ആയുസ് തരണേ, എന്നെ ഇപ്പം കൊല്ലരുതേ, ഞാൻ കൂടുതൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നേ എന്ന് പറയുക. എന്നിട്ട് ആ മൊത്തത്തിൽ അവസാനിക്കുമ്പോൾ സംഗച്ഛത്വം സമ്മതത്വം എന്ന് പറഞ്ഞ ഒരു മന്ത്രത്തോടുകൂടിയാണ് ഋഗ്വേദം അവസാനിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് നടക്കുവിൻ, സംഗച്ഛത്വം സമ്മതത്വം, എല്ലാവരും ഒരുമിച്ച് സംസാരിക്കുവിൻ, സമൂപനാംസി, എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ മനസ്സുള്ളവരാവണം, എല്ലാവരും നല്ലതാവണം, എല്ലായിടത്തും ദേവന്മാരും മനുഷ്യരുമെല്ലാം നല്ലതിനെ പറ്റിയേ ചിന്തിക്കാവൂ. ഇങ്ങനെ പറഞ്ഞ ഈ മന്ത്രം നമ്മുടെ മഹാകവി മരിച്ചുപോയ അക്കിത്തം പറയാറുണ്ട്. ഈ മന്ത്രം വായിച്ച് ഞാൻ കമ്മ്യൂണിസ്റ്റായി എന്ന് പറയാറുണ്ട്. ഈ മന്ത്രം എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയും. സംഗച്ഛത്വം സമ്മതത്വം സമൂഹനാംസി ജായത, ദേവോഭാഗം ദേവന്മാരുടെ ഭാഗം അവർക്ക്, നിങ്ങളുടെ ഭാഗം നിങ്ങൾക്ക്, എല്ലാവരുടെയും വേറെ വേറെ, എല്ലാവരും ഒരേപോലെ ആവണേ. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഒന്നും അങ്ങനെയുള്ളതല്ലെങ്കിലും വസ്തുത ഈ തരത്തിലുള്ളതാണ് ഇപ്പം പറഞ്ഞു വരുന്നത്. ഇതൊക്കെയാണ് ഈ മന്ത്രങ്ങളുടെ ഭാഗം. മറ്റേത് അഥർവവേദത്തിൽ വന്നു കഴിയുമ്പം കേശ സംരക്ഷണത്തിനുള്ള മരുന്നുകൾ ഉണ്ട്. ഒട്ടനവധി, പ്രധാനമായിട്ട് ഈ ഭൂമി സൂക്തമാണ് അതിനകത്തുള്ളത്. പിന്നെ പരമാത്മാവ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പരമാത്മാവ് ഇങ്ങനെ നിങ്ങൾ തന്നെ പരമാത്മാവാണ് എന്നുള്ളൊരു നിലയ്ക്കുള്ള മന്ത്രങ്ങൾ ധാരാളം കാണാം ഇതിനകത്ത്. ഋഗ്വേദത്തിലും യജുർവേദത്തിലും കാണാം. പിന്നീട് ഈ പറഞ്ഞ സാമവേദം പ്രധാനമായിട്ടുമുള്ളത് പാട്ട് പാടിയിട്ടത്, പാട്ട് പാടിയിട്ട് പ്രപഞ്ചാധിപനെ വിളിക്കുകയാണ്, സംഗീതത്തോടുകൂടി വിളിക്കുകയാണ്. പാട്ടുപാടി അങ്ങനെ രക്ഷിക്കണേന്ന് തന്നെയാണ്. അഗ്ന ആയാഹിവീതയേന്ന് അത് തുടങ്ങും സാമവേദത്തിൽ. അഗ്നിയെ, അഗ്നിദേവ എന്നെ വന്ന് രക്ഷിക്കണേ പറയുന്നത് ഈ സംഗീതമുണ്ടായത് സാമവേദത്തിൽ നിന്നാണ് എന്ന് പറയാറുണ്ട്. പാടിപ്പുകഴ്ത്തുക, ഇതാണ് സാമവേദത്തിൻ്റെ. പാടിപ്പുകഴ്ത്തിയിട്ട് എന്നെ രക്ഷിക്കണേ, രക്ഷിക്കാൻ നിങ്ങൾ താഴെയോട്ട് ഇറങ്ങി വരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ പ്രധാനമായിട്ട് എല്ലാത്തിനകത്തുമുള്ള, എല്ലാ വേദത്തിലും ഉള്ള ഗായത്രി മന്ത്രമുണ്ട്. അതുപോലെ പുരുഷ സൂക്തമുണ്ട്. പുരുഷ സൂക്തം എന്ന് പറഞ്ഞാൽ സഹസ്രശീർഷ പുരുഷ, പ്രപഞ്ചമാണ് മുഴുവൻ.
സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ. സഹസ്രശീർഷനായ ഒരു പുരുഷനുണ്ട്. സഹസ്രശീർഷൻ എന്ന് പറഞ്ഞാൽ 1000 തലകളുള്ള പുരുഷൻ. 1000 തലകൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ 1000 തല എവിടെയാ? പ്രപഞ്ചത്തിലുള്ള സർവ്വജീവജാലങ്ങളുടെയും തല എൻ്റെ തലയാ. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ 1000 കണ്ണുകളുണ്ട്. സഹസ്രപാദ 1000 പാദങ്ങളുണ്ട്. ഭൂമി വിശ്വതോവൃത്വ ഭൂമി മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ശക്തിവിശേഷമാണത്. ഭൂമി വിശ്വതോവൃത്വ അത്യധിഷ്ഠം ദശാങ്കുലം. ഒരു 10 അങ്കുലം മുകളിലേക്ക് നിൽക്കും. ഈ പറഞ്ഞ പുരുഷൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചനാഥനാണ്, പരബ്രഹ്മമാണ്. അയാളുടെ പകുതി വരെ വരുത്തുള്ളൂ ഈ ഭൂലോകം. ഭൂലോകം അയാളുടെ പകുതിയിൽ നിന്നും മുകളിലോട്ട് നിൽക്കുക, പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുക. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ആശയങ്ങളാണ് ഏകദേശം ഭഗവത്ഗീതയ്ക്കകത്തെ 11ാം അധ്യായത്തിൽ വിശ്വരൂപ ദർശനം വായിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. വിശ്വരൂപ ദർശനം ശരീരം മുഴുവനും നാന്തം മധ്യം ന പുലർത്തവാദിം നാന്തം ന മധ്യം ന പുലർത്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപം ഒന്ന് കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഞാനിത് വേദപണ്ഡിതല്ല വായിച്ചു പോയിട്ടിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. ഗായത്രിക്ക് പ്രാധാന്യമുണ്ട്. ഈ മൊത്തമുള്ള വേദങ്ങളിൽ വളരെ ശ്രേഷ്ഠമായിട്ട് കണക്കാക്കുന്ന ഒരു മന്ത്രമാണ് ഗായത്രി. അതെപ്പോഴും ഞാൻ ജപിക്കും രാവിലെ. നമ്മുടെ ആളുകളൊക്കെ ജപിക്കും, എല്ലാവരും ജപിക്കണം. ശങ്കരാചാര്യർ ഗായത്രിക്ക് വിസ്തരിച്ചൊരു ഭാഷ്യം എഴുതിയിട്ടുണ്ട്. അത് കേട്ടിരിക്കുമോ എന്നറിയാൻ വയ്യ. കേട്ടിട്ടുണ്ടോ? ശങ്കരാചാര്യരുടെ ഭാഷ്യം മാതൃഭൂമി ശങ്കരാചാര്യരുടെ ഭാഷ്യത്തോടുകൂടിയ ചെറിയൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതുപോലെ പല ഉപനിഷത്തുകളിലും ഗായത്രിയുടെ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഗായത്രി എന്ന് പറഞ്ഞാൽ ഓം ഭൂർഭുവ സ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഭൂഹു ഭുവ സ്വ ഇത്ര വ്യാഹൃതി എന്ന് പറയും. ഭുവ സ്വ ഭൂഹു ഭൂമി, ഭുവ ശകലം അന്തരീക്ഷം, സ്വ അതിന് മുകളിലുള്ള ഭാഗം. ഭൂർഭുവ സ്വ തത് സവിതുർവരേണ്യം തത് സവിതു സവിതാവായ വരേണ്യം ശ്രേഷ്ഠമായ വരേണ്യമായ ആ സവിതാദേവൻ്റെ എന്നർത്ഥം. വളരെ ഭർഗ തേജസ്. അപ്പോൾ വളരെ ശ്രേഷ്ഠനായ സവിതാദേവൻ്റെ ആ ഭർഗസ്, ആ പറഞ്ഞ തേജസ് ഞാൻ നമസ്കരിക്കുന്നു. എന്നെ പ്രചോദനപ്പെടുത്തട്ടെ, പ്രചോദയാ എന്നെ പ്രചോദിപ്പിക്കട്ടെ. യാതൊരു ദേവനാണോ എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നത്, ധിയോ യോന പ്രചോദയാൽ ധിയ എൻ്റെ ബുദ്ധിയെ, യഹ യാതൊരു, നഹ നമ്മുടെ. അപ്പം നമ്മുടെ ഏതൊരു ബുദ്ധിയെ വളരെ വിസ്തരിച്ച് പ്രചോദിപ്പിക്കുന്നു ആ സൂര്യദേവനെ ഞാൻ നമസ്കരിക്കുന്നു. സൂര്യൻ എന്ന് പറഞ്ഞാൽ കേവലം പ്രകാശമല്ല, അഗ്നിയാണ്. അഗ്നി പ്രകാശം മാത്രമല്ല, പ്രപഞ്ചത്തിൻ്റെ നാഥൻ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെടണമെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിവിശേഷത്തിന് രൂപമില്ല, പരബ്രഹ്മത്തിന് രൂപമില്ല. സ്വാഭാവികമായിട്ടാണ് പ്രത്യക്ഷപ്പെടുക. ഉപാധി വേണം. ഈശ്വരന്
ഉപാധി ഉണ്ടെങ്കിലേ പ്രത്യക്ഷപ്പെടാനൊക്കെ ഉള്ളൂ. സൂര്യനിൽ കൂടി സൂര്യൻ ഉപാധിയാക്കിയാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ സൂര്യനുണ്ടല്ലോ, ആ സൂര്യൻ പ്രപഞ്ചനായകൻ്റെ ആ ബ്രഹ്മത്തിൻ്റെ നേരിട്ടുള്ള ശക്തിവിശേഷത്തിനെ കാണിക്കുന്നു എന്ന് പറയുന്നു. അസാധാരണമായ ശങ്കരാചാര്യൻ്റെ വ്യാഖ്യാനം കാണാം, ഉപനിഷത്തുകളിലൊക്കെ കാണാം. നമ്മുടെ ഈ ഉപനിഷത്തുകൾ എല്ലാം തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഭാരതം നേരെ ആവണമെങ്കിൽ ഒറ്റ വഴികളേ ഉള്ളൂ, ഉപനിഷത്തുകളെ ആശയങ്ങളെ വാരി വിതറുക. കേട്ടിട്ടുണ്ടായിരിക്കും. ഉത്തിഷ്ഠത, ജാഗ്രത, ഭാവി വരാൻ നിബോധത. ഉത്തിഷ്ഠത, ജാഗ്രത, എണീക്കുക, ജാഗ്രതയോടെ എഴുതിക്കുക. അവസാനം നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ പ്രയത്നിക്കുക. അത് കേട്ടിരിക്കുമല്ലോ. പ്രാപ്യവരാൻ നിബോധത. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത. എണീക്കുക, ജാഗ്രതയായിരിക്കുക. അത് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുന്നവരെ മുന്നോട്ട് നീങ്ങുക. ബ്രഹ്മത്തിനെ പ്രാപിച്ചോളൂ. എവിടെയാണെന്ന് വെച്ചാൽ പൊക്കോളൂ, കണ്ടുപിടിക്കൂ. നേതി പ്രക്രിയ എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പം നേതി പ്രക്രിയയിലൂടെ മുന്നോട്ട് നീങ്ങൂ. അതല്ല പിന്നെ കണ്ടുകിട്ടും. ഇങ്ങനെ പറഞ്ഞു പോയിരിക്കുകയാണ്. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളെ വായനയിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. നമ്മൾ പിന്നെ മഹാഭാരതം വായിക്കും, പിന്നെ ഇതിഹാസങ്ങൾ, ഉപനിഷത്തുകൾ, വേദങ്ങൾ, വേദാന്തങ്ങൾ. പ്രാർത്ഥനയോടുകൂടി യജുർവേദം 2 തരത്തിലുണ്ട്. കൃഷ്ണ യജുർവേദമുണ്ട്, ശുക്ല യജുർവേദമുണ്ട്. കൃഷ്ണ യജുർവേദത്തിലെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഒരു മന്ത്രം ചൊല്ലിയിട്ട്, ഒരു മന്ത്രം കുറേ പ്രാവശ്യം ചൊല്ലിയിട്ട് എനിക്ക് ധാരാളം സ്വർണം കിട്ടണേ, ഇപ്പം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എനിക്ക് ധാരാളം പശുക്കളെ കിട്ടണേ, കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് കൃഷ്ണ യജുർവേദം എന്ന് പറയും. ശുക്ല യജുർവേദം സാധാരണ ഇവിടെ നമ്മൾ ബ്രാഹ്മണരും ഒക്കെ മറ്റാളുകളും മന്ത്രങ്ങളായിട്ട് ഉപയോഗിക്കാറുള്ളതാണ്. അതിൻ്റെ നല്ല വ്യാഖ്യാനമുള്ള ദയാനന്ദ സരസ്വതിയുടെ വ്യാഖ്യാനമൊക്കെ കിട്ടും, വായിച്ചു നോക്കാവുന്നതാണ്. അതിനകത്ത് ഒട്ടനവധി മന്ത്രങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കും. ഋഗ്വേദത്തിൽ തന്നെയാണെങ്കിൽ ചൂത് കളിച്ച് സമയം കളിക്കരുത്, കൃഷി ചെയ്ത് ജീവിക്കൂ, ഭൂമിയെ പുലർത്താൻ നോക്കൂ, മണ്ണാണ് നമ്മുടെ എല്ലാം, സൂക്ഷിക്കുക, മണ്ണിനെ സൂക്ഷിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭാരതീയ സങ്കല്പത്തിൻ്റെ വലിയ കാര്യങ്ങൾ വേദത്തിനകത്ത് ഇല്ലയോ നോക്കിയാട്ടെ. ഇതനുസരിച്ച് ഇടക്കാലത്ത് കേട്ടിരുന്നു, നമ്മുടെ പ്രധാനമന്ത്രി വേദങ്ങളുടെ ഏതാനും ഭാഗങ്ങൾ പാഠ്യവിഷയമാക്കാൻ പോകുന്നു എന്ന് കേട്ടിരുന്നില്ലയോ? പക്ഷെ ഒന്നുമില്ല. ഞാൻ ആ പത്രം കട്ട് ചെയ്ത് വെച്ചു, ഇവിടെ ഇരിപ്പുണ്ടത് വേദം. അങ്ങനെ വേദം ധർമ്മമൂലം എന്ന് പറയാറുണ്ട്. ധർമ്മത്തിന് വേണ്ടി അധർമ്മികളെ കൊന്നുകളയുക, അധർമ്മികളെ വിട്ട് നശിപ്പിക്കണേ, ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഏതാണ്ട് 15,000-ഓളം മന്ത്രങ്ങൾ ഋഗ്വേദം, 2,000 ചില്ലുവാനം മന്ത്രങ്ങൾ യജുർവേദം, 2,500-ഓളം വരുന്ന സാമവേദം, ഏതാണ്ട് 500-ഓളം വരുന്ന അഥർവവേദം, ഏതാണ്ട് 20,000-ഓളം മന്ത്രങ്ങളാണ് വേദങ്ങളിലുള്ളത്. 4 വേദങ്ങളിലും കൂടി അഥർവവേദം ഒരുപാട് വലുതാണ്. ഈ അഥർവവേദവും 4 വേദങ്ങളും മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? ചതുർവേദ സംഹിത എന്ന് പറഞ്ഞിട്ട് ചെറിയ വ്യാഖ്യാനത്തോടുകൂടി വന്നിട്ടുണ്ടോ? അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടതും വായിച്ചിരിക്കേണ്ടതുമായ
ഗ്രന്ഥങ്ങളാണ് ഈ വേദം. ബുദ്ധിശക്തിയെപ്പറ്റി പറയുന്നു, യാത്രാ സൗകര്യങ്ങളെപ്പറ്റി പറയുന്നു, മറ്റ് ജലയാത്രയ്ക്ക് പറയുന്നു, അതുപോലെ നദീതടങ്ങളെപ്പറ്റി പറയുന്നു, സരസ്വതിയെപ്പറ്റി പറയുന്നു, സരസ്വതി നദിയെപ്പറ്റി പറയുന്നു. ഇത്ര വളരെ ആദ്യകാലത്ത്, ഏതാണ്ട് വേദകാലം എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് BC 3000-5000 ഒക്കെ വർഷം മുൻപ് ഭാരതത്തിലെ ആളുകൾ ഇത്രയും വികസിച്ചിരുന്നു എന്നാലോചിക്കാവുന്നതാണ്. പ്രപഞ്ചം മുഴുവനും കണ്ടിരിക്കുന്നു. അപ്പം ഈ ഭാരതനാട് എങ്ങനെയുള്ളതാണ്, എല്ലാം വട്ടത്തിലാക്കിയില്ലേ ഒന്നും വേണ്ടി രാഷ്ട്രീയക്കാരെല്ലാം കൂടെ ചേർന്ന്. മഹാഭാരതവും ഞാൻ നോക്കി. മഹാഭാരതം 1,25,000 പദ്യമാണ്. എല്ലാം ഒന്നും നോക്കിയില്ല, തിരഞ്ഞെടുത്ത അംശം മാത്രം നോക്കി. മഹാഭാരതം എഴുതിയ വ്യാസൻ മഹാഭാരതം നടന്നിട്ടുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. എഴുതി കഴിഞ്ഞപ്പോൾ വ്യാസനും ദുഃഖമായി. കേട്ടിട്ടുണ്ടോ അത്? മഹാഭാരതം എഴുതി കഴിഞ്ഞപ്പോൾ വ്യാസൻ കരഞ്ഞു. എന്തിനാണ് വ്യാസൻ്റെ കരച്ചിൽ? ഊർധ്വബാഹുർവിരവിമേഷ നൈവ കശ്ചിത് കഥാശൃണു. 2 കൈയും തലയിൽ വെച്ച് കരയുക വ്യാസൻ. എന്തിനാണ്? ധർമാദർത്ഥശ്ച കാമശ്ച. ധർമ്മം കൊണ്ട് അർത്ഥകാമങ്ങൾ നേടാം എന്നിരിക്കെ ആരും ധർമ്മം പാലിക്കുന്നില്ലല്ലോ. ധർമാർത്ഥകാമമോക്ഷം, ധർമ്മം കൊണ്ട് തന്നെ അർത്ഥകാമങ്ങൾ നടക്കുമല്ലോ എന്ന നിലയ്ക്ക് എന്തുകൊണ്ട് ആളുകൾ ധർമ്മം പാലിക്കുന്നില്ല? ഇവിടെ എല്ലാം സംബന്ധിച്ചിരിക്കുകയാണ്. മഹർഷീശ്വരന്മാരെല്ലാം കുടുംബമുള്ളവരും പുത്രന്മാരുള്ളവരുമാണ്. അപ്പം കാമമായില്ലയോ? ധർമ്മം, അർത്ഥം സാമ്പത്തികമായിട്ട് സൗകര്യമുള്ളതാണ്. കാമം ഇത്രയും കഴിഞ്ഞിട്ട് മോക്ഷത്തിലേക്ക് കിടക്കുക ആണ് ധർമാർത്ഥ കാമ മോക്ഷം. ഇപ്പം വേദങ്ങളായി, അത് തീർന്നു കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ ഉപനിഷത്തുകളായി, ആരണ്യങ്ങളായി, വനത്തിൽ ജീവിക്കേണ്ടതായി, എല്ലാം കൊണ്ട് വിട്ടിട്ട് ക്രമേണ വനത്തിൽ പോയി യോഗം കൊണ്ട് ശരീരം ത്യജിക്കുക. യോഗാനാന്തേ തനുത്യജാം എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ഇത് കാളിദാസൻ്റെ വരികളായത്. യോഗാനാന്തേ തനുത്യജാം. യോഗം കൊണ്ട് ഞാൻ ഇവിടെ നിന്നും മരിക്കട്ടെ, യോഗശക്തിയുണ്ട്, ഞാൻ ദഹിക്കട്ടെ, ശരീരം തീ പിടിക്ക്, അങ്ങനെ ദഹിക്കുക. ഏതായാലും ശരീരം എന്നുള്ള പദത്തിന് ശീര്യതയെ, ഇത് ശരീരം, നശിക്കുന്നത് ശരീരം, ഏതായാലും നശിക്കുന്നതാണ്. അപ്പോൾ ഇതാ എൻ്റെ ശരീരം നശിക്കട്ടെ എന്നങ്ങോട്ട് പറഞ്ഞിരുന്നാൽ തന്നെയും കത്തും, യോഗശക്തി കൊണ്ട് നശിക്കും. അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മുടെ ഭാരതത്തിനകത്ത്. ഇത്ര വളരെ മഹത്തായ ചിന്തകളും കാര്യങ്ങളും ഉള്ള ഈ ഭാരതത്തിൻ്റെ വർത്തമാനകാലം എന്തായി എന്ന് ആലോചിക്കാവുന്നതാണ്. ചിന്തിച്ചു നോക്കുക. ഇന്ന് മഹാഭാരതം ഇത്രയും വലിയ ഏതാണ്ട് 1,25,000 ശ്ലോകങ്ങളുള്ളതിനകത്ത് ഒട്ടനവധി മഹർഷീശ്വരന്മാരുണ്ട്. വിശ്വാമിത്രനുണ്ട്. വിശ്വാമിത്രന്, വസിഷ്ഠന്, രാമായണം കൊണ്ട് മഹാഭാരതത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വ്യാസരാമായണം കേട്ടിട്ടില്ല. വാൽമീകി രാമായണം കേട്ടിട്ടുണ്ട്. എന്നാൽ വ്യാസരാമായണമുണ്ട്. വ്യാസരാമായണം, രാമായണ കഥ മുഴുവൻ പൂർണ്ണമായിട്ടും മഹാഭാരതത്തിനകത്ത് വന്നിട്ടുണ്ട്. ധർമ്മപുത്രർ വനത്തിലെത്തിയപ്പോൾ മാർക്കണ്ഡേയ മഹർഷി അവിടെ വന്നു. മാർക്കണ്ഡേയ മഹർഷിയോട് ധർമ്മപുത്രർ ചോദിച്ചു, എൻ്റെ അത്രയും വിഷമങ്ങൾ അനുഭവിച്ച ആരെങ്കിലും ലോകത്തിൽ ഉണ്ടോ
താങ്കൾ പല സ്ഥലത്തും സഞ്ചരിച്ചിട്ടുണ്ടല്ലോ. ഓഹോ, പറയാമല്ലോ. ഇക്ഷ്വാകു വംശസംഭൂതനായ ദശരഥന് ശ്രീരാമനുമുണ്ട്, പിന്നെ സത്യവാൻ സാവിത്രിയുണ്ട്. രണ്ടുപേരുണ്ട്. രണ്ട് കഥകളും പറഞ്ഞ് കേൾപ്പിക്കുക. മഹാഭാരതം മുഴുവൻ ഞാൻ ഏകദേശം നോക്കിയിട്ടുണ്ട്. മഹാഭാരതം ഇവിടെ ഉണ്ട്, ബുക്ക്. ഈ പറഞ്ഞ 1,25,000 പദ്യമുണ്ട്. നമ്മുടെ ജോലി വായനയാണ്, വേറെ ജോലിയൊന്നുമില്ലല്ലോ. പ്രായം കുറേ ആയില്ലേ, വേറെ ജോലിയൊന്നുമില്ല. ഞാൻ ഹിന്ദി ക്ലാസ് നടത്തി. ഹിന്ദിയായിരുന്നു എൻ്റെ വിഷയം. അത് കഴിഞ്ഞ് സംസ്കൃതത്തിലേക്ക് വന്നു. സംസ്കൃതം കുറച്ച് പഠിച്ചിട്ടുണ്ട്. വേദം പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ വേദത്തിൻ്റെ യജുർവേദം, ശുക്ല യജുർവേദം അത് ചൊല്ലുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഉദാത്ത, അനുദാത്ത, സ്വരിതം കേട്ടിട്ടുണ്ടോ? അത് ഉച്ചൈരുദാത്ത, നീചൈരുദാത്ത, സമാഹാര സ്വരിത, ഇഷേത്തൂർജേത്വാ വായവസ്ഥോ വായവസ്ഥ. ഇങ്ങനെ ചൊല്ലും. നമ്മുടെ പൂജാരിമാർ ഇങ്ങനെ എടുത്ത് കാണിക്കും, കൈ ഇങ്ങനെ കാണിക്കും. കഴുത്തിൻ്റെ ഒരു എക്സസൈസും കൂടായി. അത് ഇങ്ങനെ ഉച്ചൈരുദാത്ത, നീചൈരുദാത്ത, സമാഹാര സ്വരിത. ഇത് ഈ വാക്ക് പറഞ്ഞിരിക്കുന്നത് പാണിനിയാണ്. പാണിനിയുടെ വ്യാകരണത്തിലെ വാക്കുകളാണ്. ഉച്ചൈരുദാത്ത, നീചൈരുദാത്ത, സമാഹാര സ്വരിത. ഞാൻ പ്രാരംഭത്തിൽ വേദപാഠശാലയിൽ 5 കൊല്ലം പഠിച്ച ആളാണ്. വേദം പഠിച്ചതാണ്. പക്ഷേ അന്നൊന്നും ഇതിൻ്റെ അർത്ഥം നോക്കിയല്ല പഠിച്ചത്. പഠിപ്പിക്കുന്നവരും അർത്ഥമൊന്നും അങ്ങനെ പറഞ്ഞു തരികയില്ല. അവർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല, അർത്ഥം പറഞ്ഞു തരികയില്ല. ഇത് ചൊല്ലുക, അത്രയേ ഉള്ളൂ. നമ്മളും കാണാൻ പഠിക്കുക. ഒരു അധ്യാപകൻ സ്കൂളിലെ വേദപാഠശാല, ഇവിടെ രാജാവായിട്ടിരുന്ന ചിത്രതിരുനാളിൻ്റെ കാലത്ത് തിരുവല്ലയിൽ ഒരു വേദപാഠശാലയുണ്ടായിരുന്നു. 40-ലോ 45-ലോ ഒക്കെയാണെന്ന് തോന്നുന്നു. 48-ലോ മറ്റോ ചിത്രതിരുനാൾ രാജപ്രമുഖനായിട്ട് മാറി. അപ്പോഴത് നിർത്തി. അപ്പോൾ അവിടെ വേദം പഠിയും. ഒരധ്യാപകൻ്റെ മുൻപിൽ 5 വിദ്യാർത്ഥികൾ ഇരിക്കും. 3-4 അധ്യാപകർ കാണും. അപ്പോൾ ഇങ്ങനെ ചൊല്ലണം. വിഷയത്തോർജേത്വാ വായവസ്ഥോ വായവസ്ഥ, ഇങ്ങനെ ചൊല്ലണം. അങ്ങനെ ചൊല്ലി പഠിക്കുക. അതിൻ്റെ അർത്ഥം തോന്നുന്നു പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ചൊല്ലി പഠിക്കുക. ഒട്ടനവധി. അപ്പോൾ ഋഗ്വേദം മുഴുവനും സ്തുതികളും ആവശ്യങ്ങളുടെ പ്രാർത്ഥനയുമാണ്. യജുർവേദം മിക്കവാറും യാഗങ്ങളാണ്. ഇതൊക്കെ സാമവേദം പ്രാർത്ഥനകളാണ്, സംഗീതത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതാണ്. അഥർവവേദം വിവിധങ്ങളായ വിഷയങ്ങളാണ്. ഇങ്ങനെ കിടക്കുന്നു. ഏകദേശ രൂപം വല്ലതും കിട്ടിയോ വേദങ്ങളെപ്പറ്റി? എൻ്റെ വായനാശീലം എന്ന് പറഞ്ഞാൽ എല്ലാം വായിക്കുക. പ്രധാനപ്പെട്ട രാമായണം, വാൽമീകി രാമായണം മൂലം, വാൽമീകി രാമായണം തർജ്ജിമ, വള്ളത്തോളിന് തർജ്ജിമയുണ്ട്. അതിൻ്റെ തർജ്ജിമ മലയാള ഗദ്യത്തിലുണ്ട്, വാൽമീകി രാമായണം. പിന്നെ എഴുത്തച്ഛൻ്റെ രാമായണം നല്ലതാണ്. എഴുത്തച്ഛൻ്റെ രാമായണം നല്ല പദങ്ങളൊക്കെ നല്ല പദങ്ങളാണ്. രാമായണ മാസം വരുമല്ലോ, അത് കൃത്യമായിട്ട് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1-ാം ദിവസം ഇത്ര വായിക്കണം, 2-ാം ദിവസം ഇത്ര വായിക്കണം, 3-ാം ദിവസം കണ്ടിട്ടുണ്ടോ? അത് പേജ് തിരിച്ച് 1-ാം ദിവസത്തെ വായന, 2-ാം ദിവസത്തെ വായന, 30 ദിവസത്തെ കർക്കിടക വായന.
അത് വായിക്കും. ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കാര്യങ്ങൾ. നമ്മുടെ ഭാരതത്തിൻ്റെ ഇതിൽ പരം ഭായാമ്പരഥം എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ മലയാളത്തിൽ കവിത എഴുതും സാധാരണയായിട്ട്. കവിതാ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡോക്ടറേറ്റ് കിട്ടിയത് ഏത് അങ്ങേക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് കവിത? ഡോക്ടറേറ്റ് കിട്ടിയത് ഇതിലായിരുന്നു. ഡോക്ടറേറ്റ് കിട്ടിയത് കാവ്യശാസ്ത്രത്തിലാണ്. കാവ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ തൊഴിൽ സിദ്ധാന്തം, രീതി സിദ്ധാന്തം, അങ്ങനെ വക്രോക്തി സിദ്ധാന്തം, സംസ്കൃത കാവ്യശാസ്ത്രം. സംസ്കൃത കാവ്യശാസ്ത്രത്തിനെ ആധാരമാക്കി ഹിന്ദിയിലുള്ള ജയശങ്കർ പ്രസാദിൻ്റെ കാവ്യങ്ങൾ. ജയശങ്കർ പ്രസാദിൻ്റെ കാവ്യങ്ങൾ ഈ വിശേഷിപ്പിച്ച് കാമായിനിയുണ്ട്. കാമായിനി നമ്മുടെ വേദത്തിനകത്ത് പറയുന്ന പ്രപഞ്ച രഹസ്യങ്ങളെ പറയുന്ന പുസ്തകമാണ്. പ്രപഞ്ച അന്ന് സത്തില്ലായിരുന്നു, അസത്തില്ലായിരുന്നു, വെള്ളം മാത്രമേ ഉള്ളായിരുന്നു. ഇങ്ങനെ മുകളിൽ നോക്കിക്കൊണ്ടിരിക്കുക. ശ്രദ്ധ, അസാധാരണ നാസദീയ സൂക്തം തുടങ്ങിയ ആധാരമാക്കി. പിന്നെ പുരൂരവസ, ഊർവശി തുടങ്ങിയ ആളുകളുടെ കഥ വേദത്തിലുണ്ട്. മഹർഷീശ്വരന്മാരെല്ലാം പുത്രന്മാരുള്ളവരായിരുന്നു, കുടുംബമുള്ളവരായിരുന്നു. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ ആരും വിദഗ്ധന്മാരായിരുന്നില്ല. വിശ്വാമിത്രനാണെങ്കിൽ വിശ്വാമിത്രൻ്റെ 52ാമത്തെ പുത്രനാണ് ഋഗ്വേദത്തിൻ്റെ ആദ്യത്തെ മന്ത്രം എഴുതിയതെന്നാണ് പറയുന്നത്. മധുഛന്ദസ് എന്നായുടെ പേര്. അതുപോലെ ആലോചിച്ച് നോക്കിയാട്ടെ, വിശ്വാമിത്രൻ 52ാമത്തെ പുത്രനാണ്. ഈ വിശ്വാമിത്രന് വരൾച്ച ബാധിച്ച സമയത്ത് തൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും ഒക്കെ കളഞ്ഞിട്ട് വനത്തിലേക്ക് യാത്രയായി. ഇത് പറയുന്നത് മഹാഭാരതത്തിൽ അനുശാസന പർവ്വത്തിലാണ്. മഹാഭാരതത്തിൽ വനത്തിലേക്ക് പോയി. ഇപ്പം വനസന്ധ്യയായി, എല്ലാവരെയും വിട്ടു, വരൾച്ച ബാധിച്ചു, വെള്ളം പോലും കുടിക്കാനില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? ഇയാൾ വനത്തിലേക്ക് പോയിട്ട് വനത്തിൽ കയറിയപ്പോഴത്തേക്ക് സന്ധ്യയായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ വീണു. താഴെ വീണു. നിരങ്ങി കുറച്ച് മുന്നോട്ട് പോകും. ഇപ്പം കുറച്ച് ദൂരെയായിട്ട് ഒരു പ്രകാശം കാണാം. കേട്ടിട്ടുണ്ടോ ഇത്? ഇല്ല. ആ പ്രകാശം ഏതായാലും ആ പ്രകാശം വരെ ഇയാൾ നീങ്ങിപ്പോയി. അവിടെ ചെന്നപ്പോൾ കുറേ പട്ടിയെയും പൂച്ചയെയും അങ്ങനെ കുറേ ജന്തുക്കൾ, പാമ്പിനെയും എല്ലാം തല്ലിക്കൊന്ന് അതിൻ്റെ മാംസങ്ങൾ ഇങ്ങനെ തൂക്കി ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു വേടൻ്റെ കുടിലാണ്. ചെറിയ വിളക്ക് ഇങ്ങനെ കത്തുന്നുണ്ട്. അപ്പം വേടൻ ഉറങ്ങിയ മട്ട കിടക്കുക. ആരും വാങ്ങിക്കുന്നില്ല. എല്ലാം അളിഞ്ഞ് കിടക്കുക. ഇറുന്ന് പോകുന്നുണ്ട്. വെള്ളം ഇങ്ങനെ ഇറ്റുന്നുണ്ട്. വിശ്വാമിത്രൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പതുക്കെ നിരങ്ങി അവിടെ ചെന്ന് ആ മാംസത്തെ പിടിച്ചപ്പം പട്ടിയുടെ കാലാണ് കിട്ടിയത്. അളിഞ്ഞ് തൂങ്ങിയത് ഇറ്റി വീഴുന്നുണ്ട്. അതിനെടുത്തു. ഉടൻ അയാൾ ഉണർന്നു. വേടൻ ഉണർന്നു. ആരാ അത്? ഞാൻ വിശ്വാമിത്രനാണ്, മഹർഷിയാണ്. അയാൾക്ക് ആദരവ് തോന്നി. വിശ്വാമിത്രന് മാംസം മോഷ്ടിക്കുന്നോ? അതെ, ഞാൻ മോഷ്ടിക്കുക. എന്തിനാണ് മോഷ്ടിക്കുന്നത്? ആഹാരത്തിന് വഴിയൊന്നുമില്ല. മാംസം തിന്നുമോ അങ്ങ്? ഞാൻ മാംസമല്ല, എന്തു വേണമെങ്കിൽ തിന്നും. എനിക്കിപ്പോൾ തൽക്കാലം എൻ്റെ ധർമ്മമുണ്ടല്ലോ, വിശപ്പടക്കുക.
ഇത് മഹാഭാരതത്തിലുള്ള കഥയാണ്. മഹാഭാരതത്തിൽ ഒരുപാട് നൂറായിരം കഥകളുണ്ട്. അതിലൊരു കഥാംശമാണ് ഞാൻ പറഞ്ഞത്. കേട്ടിട്ടുണ്ടോ? കേൾക്കേണ്ട കഥയാണ്. ഇത് വിശ്വാമിത്രൻ്റെ കാര്യമാണ്. പിന്നെ വിശ്വാമിത്രനും വസിഷ്ഠനുമായിട്ടുള്ള ബഹളമുണ്ട്. പിന്നെ ഒട്ടനവധി കഥകളുണ്ട്. ഇങ്ങനെ ഈ വായന മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു സ്വത്തായിട്ട്. വേറെ ഒന്നുമില്ല പറയാൻ. വേറെ എന്തുണ്ട്? പുരുഷ സൂക്തം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. വേദസൂക്തത്തിൽ കാണാതെ അറിയാവുന്നത് വേറെ അറിയമില്ല. ഒന്ന് വായിച്ചു നോക്കാവുന്നേ ഉള്ളൂ. കാണാതെ അറിയാവുന്ന എല്ലാം ഒന്ന് വായിച്ചു. അതിനകത്ത് പുരുഷ സൂക്തമുണ്ട്, ഹിരണ്യഗർഭ സൂക്തമുണ്ട്, രുദ്രസൂക്തമുണ്ട്, അക്ഷസൂക്തമുണ്ട്. ഒന്നും കാണാതെ അറിയാൻ വയ്യ. എല്ലാം ഒന്നും കാണാതെ പറയാനൊക്കെ എല്ലാം. അതിനകത്ത് ചൂത് കളിക്കുന്ന ഒരാളുണ്ട്. ചൂത് കളിക്കരുതേ. ചൂത് കളിച്ച് പല വീടുകളിൽ ചെന്ന് കടം വാങ്ങിച്ച് ചൂത് കളിച്ച് വീണ്ടും വീണ്ടും ചൂത് കളിച്ചുകൊണ്ടിരിക്കുന്നു. കൊടുക്കും അത് അരുതേ എന്ന് പറയുന്ന, കൃഷി ചെയ്ത് ജീവിക്കാൻ പറയുന്ന ഒരു സൂക്തമുണ്ട് അതിനകത്ത്. അത് ഒന്നും കാണാതറിയാൻ വയ്യ. അറിയാവുന്ന ഇതേ ഉള്ളൂ. കുറച്ച് പുരുഷ സൂക്തം കുറച്ചറിയാം, ഭാഗ്യസൂക്തം കുറച്ചറിയാം. പിന്നീട് കുറേ മന്ത്രങ്ങൾ നമുക്ക് ആവശ്യമുള്ള ശിവനെ പറ്റിയും അതുപോലെ വിഷ്ണുവിനെ പറ്റിയൊക്കെയുള്ള ഹിരണ്യഗർഭ സവിതാരമഗ്രേ ആദ്യമായിട്ട് ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന ഒരു ശക്തിവിശേഷം ഉണ്ടായി. ഹിരണ്യഗർഭ സവിതാരമഗ്രേ. ഹിരണ്യഗർഭൻ എന്നൊരു ശക്തിവിശേഷം ഉണ്ടായി ആദ്യം. അത് എല്ലാം തന്നിലേക്ക് ഒതുക്കി ക്രമമായിട്ട് തന്നിൽ നിന്നും വലുതായി വന്നു. താൻ സ്വയം വലുതാവട്ടെ എന്ന് സ്വയം സങ്കല്പിച്ചു. താൻ വലുതായിട്ട് മാറട്ടെ. ഏകോഹം ബഹുസ്യാം. ഉടനെ വലുതായിട്ട് മാറി. അങ്ങനെ ആ പ്രപഞ്ചം ഉണ്ടായെന്നാണ് പറയുന്നത്. ഏകോഹം ബഹുസ്യാം. ഞാൻ ഒരാളേ ഉള്ളൂ. ഞാൻ വലുതായി പലതായിട്ട് പോകട്ടെ. എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളുമായിട്ട് ഞാൻ മാറി എന്ന് പറയുന്നുണ്ട്. പിന്നെ പുരുഷ സൂക്തത്തിനകത്തുള്ള എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങൾ എന്നിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് പുരുഷ സൂക്തത്തിനകത്ത്. പിന്നെ മന്ത്രങ്ങളെല്ലാം ഒന്നും കാണാതെ പഠിച്ചിട്ടില്ല. മന്ത്രങ്ങളെല്ലാം കാണാതെ പഠിച്ച് ഞാൻ പറഞ്ഞില്ലേ വേദം പഠിച്ചു എന്നും. വേദം പഠിച്ചപ്പോൾ എന്ത് പറ്റി അപകടം എനിക്കെന്ന് വെച്ചാൽ, എനിക്ക് സാധാരണ സ്കൂളിൽ പഠിക്കാൻ ഒത്തില്ല. ആ പഠിത്തം മുഴുവൻ വേദം പഠിക്കാൻ പോയില്ലേ 4-5 കൊല്ലം. പിന്നെ വന്നിട്ട് കുറേശ്ശെ പഠിച്ച് പരീക്ഷകൾ ജയിച്ച്, പിന്നെ വന്ന് MA പഠിച്ച്, പിന്നെ വന്ന് PhD പഠിച്ച്, പിന്നെ അപ്പോഴത്തെ പഠിത്തം അങ്ങ് താമസിച്ചു. PhD എടുക്കുമ്പോൾ 55 വയസ്സാകുമ്പോഴായി. പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മുന്നോട്ട് വന്നു. പിന്നെയും പഠിക്കാമെന്ന് പറഞ്ഞിട്ട് D.Litt പോകാൻ ശ്രമിച്ചു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഈ വിഷമങ്ങളിൽ മുഴുവനും ഏതോ ഈശ്വരീയ ശക്തി എന്നിൽ നിലനിർത്തി എന്നെ മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. അതിനെ ഞാൻ ബ്രഹ്മം എന്ന് വിളിക്കുന്നു. കഠോപനിഷത്ത് നിങ്ങൾ നോക്കിയിരിക്കും. നേരത്തെ ഒരു കഠോപനിഷത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് അത് കേട്ടിരിക്കുമല്ലോ. കഠോപനിഷത്ത് നചികേതസ് അറിയാമല്ലോ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഏകദേശം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ വന്നോ? രാഷ്ട്രീയ
ഗീതമായി രാഷ്ട്രഗീതമായിട്ട് ഒരു മന്ത്രം ഒരു സൂക്തം ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത് യജുർവേദത്തിൽ. യജുർവേദത്തിലെ ആ ബ്രഹ്മൻ ബ്രാഹ്മണോ ബ്രഹ്മവർച്ചസീജായതാം എന്ന് പറഞ്ഞൊരു സൂക്തമുണ്ട്. അത് അന്ന് രാഷ്ട്രീയ ഗാനമായിട്ട് ദേശീയ ഗാനമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അത് തുടങ്ങുന്ന ഇതാ ആ ബ്രഹ്മൻ ബ്രാഹ്മണോ ബ്രഹ്മവർച്ചസീജായതാം. ഒരു 5-6 മന്ത്രങ്ങളുണ്ട് അതിനകത്ത്. ഇങ്ങനെ പോകുന്നു. പറയുന്നുണ്ടല്ലോ മണ്ഡലങ്ങളായിട്ട് വിഭജനമുണ്ട്. 10 മണ്ഡലങ്ങൾ. അഷ്ടകങ്ങളായിട്ട് വിഭജനമുണ്ട്. അഷ്ടകങ്ങളിലേക്ക് കടന്നു വരാം. അപ്പോൾ ഒരു അഷ്ടകത്തിൽ ചിലപ്പോൾ ഒരു 1.5 മണ്ഡലമൊക്കെ വരും. ഇത് കണ്ടല്ലേ അഷ്ടകം 1. അഷ്ടകം 1 വന്നിരിക്കുന്നത് മണ്ഡലം 1 മണ്ഡലം 1 ഇത് ഒരു മണ്ഡലം തന്നെ അങ്ങനെ വന്നു. ഒരു മണ്ഡലം മുഴുവൻ വന്നു. അറിവുള്ളവൻ ശക്തനും ധനവാനും ആവണേ. അറിവുള്ളവന് ശക്തനും ധനവാനും ആവണേ എന്നൊരു മന്ത്രം. മനുഷ്യർക്ക് ആകമാനം എല്ലാ തരത്തിലുമുള്ള നന്മകൾ നൽകുവാൻ അപേക്ഷിക്കുന്നു. ഇങ്ങനൊക്കെ അതിനകത്തെ വിഷയങ്ങളാണ്. അനവധി തരത്തിലുള്ള മരുന്നുകളുടെ പേരുണ്ട്. ഈ മരുന്ന് കഴിക്കണം, മരുന്ന് കഴിച്ച് അങ്ങയ്ക്ക് ദേവേന്ദ്ര അങ്ങ് ഈ മരുന്ന് കഴിച്ച് നല്ല ശക്തി പ്രാപിച്ച് ഞങ്ങൾക്ക് വേണ്ട സഹായം ചെയ്യണം. മരുന്നുകളുടെ പേരുണ്ട്. സോമരസം എന്ന് പറയും. സോമരസം കുടിച്ച് അതിനകത്ത് തേൻ ചേർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോമരസത്തിൽ തേൻ ചേർത്ത് കഴിക്കണം. അപ്പോൾ ഈ തേനുമൊക്കെ അറിയാം നേരത്തെ. ഇത്ര 8 ഭാഗങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രധാന മന്ത്രങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്താണ് ഈശാവാസ്യം. ഈശാവാസ്യം ഇതും സർവം. ഈ കാണായതെല്ലാം ഈശ്വരൻ വസിക്കുന്ന സ്ഥലമാണ്. വേദത്തിൻ്റെ ആശയം തന്നെയാണ്. യത്കിഞ്ച ജഗത്യാം ജഗത്. ഈ ഭൂമി കാണുന്നതെല്ലാം ഈശ്വരൻ വസിക്കുന്നതാണ്. യത്കിഞ്ച എന്തെല്ലാമാണോ ഇവിടെ കാണപ്പെടുന്നത് അതെല്ലാം ഈശ്വരനാണ്. തേന തെക്തേന ഭുഞ്ജീത. അതുകൊണ്ട് നിങ്ങൾ ഈശ്വരന് വേണ്ടി സമർപ്പിച്ചിട്ട് കഴിക്കാവൂവല്ലോ. മാവിരുധ കഷ്ടസി ധനം. ആരുടെയും ധനം ആഗ്രഹിക്കരുത്, വേറൊരാളുടെയും തട്ടിപ്പറിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ വേദത്തിനകത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വെച്ച് സത്യത്തിൻ്റെ മറച്ചിരിക്കുകയാണ്. സത്യത്തിനെ മൂടുപടം സുവർണം മറച്ചിരിക്കുകയാണ്. നിൻ്റെ ആ സുവർണപടം മാറ്റിയിട്ട് എന്നെ ദർശിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ സത്യത്തിനും ബ്രഹ്മത്തിനും ഏറെ ഒരു മറവുണ്ട്. അത് ഉപാധിയിലെ പ്രത്യക്ഷമാകത്തുള്ളൂ. അത് ഉപാധിയോടുകൂടി എന്നെ പ്രത്യക്ഷമാക്കണേ എന്ന് പറയാം. അതുകൊണ്ട് അവസാനത്തിൽ തത്വമസി ശ്വേതകേതുവും അഹം ബ്രഹ്മാസ്മി ഇങ്ങനെയൊക്കെ പറയുന്നത് അതാ. ഒടുവിൽ വരുമ്പോഴും ഭഗവത്ഗീതയ്ക്കകത്ത് നമ്മൾ എത്തിച്ചേരും. ഈശ്വര സർവഭൂതാനാം ഹൃദയേശേ അർജുന തിഷ്ഠതി. ഓർമ്മതോ? ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ താമസിക്കുന്നു അല്ലയോ അർജുന. ആവശ്യം വരുമ്പം ഇത്ര തന്നെ ഇത്രയേ ഉള്ളൂ. ഇപ്പം പൂജാകാര്യങ്ങൾക്കൊക്കെ നമ്മളിവിടെ നമ്മൾ ചെയ്യുമ്പോൾ മൂർത്തിക്ക് ഒരു ആവാഹനമുണ്ട്. കണ്ടിട്ടുണ്ടോ? എങ്ങനെ അതെന്നറിയാമോ? പൂവ്, ചന്ദനം, ഇത് എല്ലാം കൂടെ എടുത്തിട്ട് ചില മനസ്സിൽ പിടിച്ചാൽ മൂർത്തിയിലേക്ക് ഇടും. അപ്പോൾ അതിനർത്ഥം ഒന്നുവാ, ഇവിടെ തന്നെ ഈശ്വരൻ ഇവിടെ തന്നെയാണ്. ഏതോ ഒരു ധർമ്മമോ അധർമ്മമോ ജനകരാജാവിനോട് ചോദിച്ചു, ധർമ്മം എന്താണ്? നിങ്ങൾ ധർമ്മം അനുസരിക്കാറുണ്ടോ? അയാളുടെ മറുപടി പറഞ്ഞു, ജാനാമി ധർമ്മം. ധർമ്മം എനിക്കറിയാം എന്താണെന്ന്. ഞാൻ ചമേ പ്രവൃത്തി, പക്ഷേ ഞാൻ ചെയ്യാറൊന്നുമില്ല. ജാനാമി അധർമ്മം എന്താണെന്നറിയാം, അതും ഞാൻ വർജിക്കാറുമില്ല. ജാനാമ്യധർമ്മം നചമേ നിവൃത്തി കേനാപി ജീവേന ഹൃദയസ്ഥിതേന. ഏതോ ഒരു ശക്തിവിശേഷം ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. ആ ശക്തിവിശേഷം എങ്ങോട്ടേക്കാണോ നയിക്കുന്നത് അങ്ങോട്ടേക്ക് ഞാൻ പോവും. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ചുരുക്കത്തിൽ ഇതിൻ്റെ എല്ലാ സാരാംശം കിട്ടുമ്പോൾ അങ്ങനെ വരും. വിശേഷിച്ച് ഈശ്വരൻ പറഞ്ഞൊരു വേറെ ഒരു ആളെ ഉടങ്ങില്ല, ആകാശത്തൊന്നും ഇരിപ്പില്ല. എല്ലാം നമ്മളൊരു സങ്കല്പം അത്രയേ ഉള്ളൂ. മൂർത്തികളൊക്കെ നമ്മൾ മൂർത്തിയായിട്ട് കണക്കാക്കണ്ട, മൂർത്തിയിൽ കൂടി പ്രപഞ്ചത്തിനെ കാണുക, അത്രേ വേണ്ടൂ. അതിന് നമ്മൾ ഓം ജപിക്കുക. ഭഗവത്ഗീത പറഞ്ഞു, ഓമിത്യേകക്ഷരം ബ്രഹ്മ. കേട്ടിട്ടുണ്ടോ? അത് ഓം എന്ന് പറഞ്ഞത് ഒരക്ഷരം തന്നെ ബ്രഹ്മമാണ്. ഓം തത്സദിതി. ഓം തത് സത് ഇതി, അത് സത്ത് ആകുന്നു എന്ന് ശ്രദ്ധിക്കുക. ആ ഒന്നേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ഇതെല്ലാം സങ്കല്പത്തിലുള്ളതാണ്. ആകെ നമുക്ക് ഒന്നേ ഉള്ളൂ, ഈശ്വരാന്ന് വിചാരിച്ചാൽ മതി. ദേഹം ചെയ്യാം, ദേഹത്തിനും ചെയ്യാം, എനിക്കും ചെയ്യാം, ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണല്ലോ മലയാളത്തിൽ പറ്റും പ്രാർത്ഥിക്കുന്ന ആളുകൾ ചങ്ങമ്പുഴയുടെ മറ്റും പ്രാർത്ഥന അറിയാമയോ? ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ. ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ. കേട്ടിട്ടുണ്ടോ? മനസ്സിലിരിക്കുക. ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ. ഈശ്വരൻ വേറെ എങ്ങും ഇരിപ്പില്ല. അതാണ്, എല്ലാം പ്രതിരൂപങ്ങളാണ്. ബ്രഹ്മാണ്ഡ പുരാണം ഇതെല്ലാം ഒന്നും പറയാനാവുകയില്ല. ഇതൊക്കെ വായിച്ചേ ഉള്ളൂ. ബ്രഹ്മാണ്ഡ പുരാണമൊന്നും പറയാത്തക്ക തരത്തിൽ വായിച്ചിട്ടില്ല. ക്ഷാന്തോക്കിയൊക്കെ സാമാന്യമായിട്ട് നോക്കിയിട്ടേ ഉള്ളൂ. ഈ പറഞ്ഞ ഇതൊക്കെ നോക്കി പോയിട്ടേ ഉള്ളൂ.
വേദത്തിനകത്ത് യജുർവേദത്തിനകത്ത് തന്നെ കുറച്ച് ഒടുവിൽ ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, ഈ പറഞ്ഞതെല്ലാം ഒന്ന് തന്നെയാ. കേട്ടിട്ടുണ്ടോ അത്? ഞാൻ ആ ഗായത്രിയുടെ അർത്ഥം എടുത്ത് അതിനകത്ത് കിട്ടും, ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഇവിടെ ഈ സൈഡിൽ തേണ്ടേ തേണ്ടത് നോക്കിയാട്ടെ. തദേവ അഗ്നി തദ്ആദിത്യ തദ്വായു, ഇതെല്ലാം തന്ദ്ര തദേവ ശുക്രം തദ് ബ്രഹ്മ. കണ്ടോ, എല്ലാം ഒന്ന് തന്നെയാണ്. അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ. ഏകോ സത്ത് വിപ്രാഹ ബഹുധാ വദന്തി. സത്തൊന്നേ ഉള്ളൂ, ആളുകൾ പലതരത്തിൽ പറയുന്നു എന്നേ ഉള്ളൂ. നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ പലതും നോക്കി പലരുടെ വിശദീകരണത്തോടുകൂടി എഴുതിയതായത്. ഗായത്രി മന്ത്രം അഗ്നിപുരാണത്തിൽ നോക്കി എഴുതിയതാണ്. വായിച്ച് നോക്കാമോ? ഇതൊക്കെ കഴിഞ്ഞാൽ ഇതൊന്നും കാണാതെ പഠിക്കാമെന്ന് നോക്കുക. എവിടെ കാണാതെ പഠിക്കാമെന്ന് ഇതൊക്കെ. ഇപ്പോൾ ഋഗ്വേദം ഇതാണ് ആവശ്യപ്പെടുക. ധർമ്മമൂലം നമ്മൾ കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല സമ്പത്ത് തരണേ, ദരിദ്രനെ വിളിച്ച് പറയുക, എൻ്റെ ശത്രുക്കളെ കൊല്ലണേ എന്ന് പറയും. കുഞ്ഞുങ്ങളെ ഉണ്ടാവണേ, വിദ്യാഭ്യാസമുള്ളവരാവണേ, നല്ല കുടുംബമുള്ളവരാവണേ, നല്ല ഭാര്യാഭർത്താക്കന്മാരാവണേ, നല്ല വിവാഹം നടക്കണേ, ഇങ്ങനൊക്കെ തന്നെയുള്ള പ്രാർത്ഥനകളാണ് ഉള്ളത്. അപ്പം നമ്മൾ വാസ്തവത്തിൽ ആ രീതിയിൽ ചിന്തിക്കണം. പക്ഷേ ഈ വേദങ്ങളോ പുരാണങ്ങളോ ഇതെല്ലാം പ്രാർത്ഥനകളാണെന്നും കണക്കാക്കണം. അപ്പം നമ്മളിങ്ങനെ നല്ലതാവണേ നല്ലതാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുകൊണ്ടെന്താ വിശേഷം? ദൈവമേ, നമ്മൾ കാളിദാസൻ പറഞ്ഞു, ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ശരീരത്തിനെ നോക്കൂ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിലും ശരീരം വേണ്ടായോ? ഇപ്പം കാളിദാസൻ്റെ പാർവതിയോട് പറഞ്ഞു, കാളിദാസൻ്റെ വർണ്ണനയ്ക്കകത്ത് പാർവതി ശരീരം നോക്കണേ ആദ്യം. രണ്ടു പറ്റുകയില്ല. നമ്മൾ ജീവിച്ചിരിക്കണ്ടേ, എന്നിട്ട് വേണ്ടേ പ്രാർത്ഥിക്കാനും. ഇതൊക്കെയാണ് വായനയുടെ ഒരു വിസ്തൃത വായനയാണ്. മലയാളത്തിലും വായിക്കും, ഹിന്ദിയിലുള്ളതും വായിക്കും, സംസ്കൃതത്തിലുള്ളതും വായിക്കും. ഹിന്ദിയിലാണ് കൂടുതൽ വായിച്ചുകൊണ്ട് വന്ന് ഹിന്ദി അധ്യാപകനായ മലയാളമല്ല. ഞാൻ ഹിന്ദി ക്ലാസ്സാണ് നടത്താറുള്ളത്. ഈ യൂണിവേഴ്സിറ്റിയുടെ ഹിന്ദി ഗൈഡും കൂടെയാണ് ആയിരുന്നു ഞാൻ. PhDയുടെ ഗൈഡ്. ഇവിടെ സ്റ്റുഡൻസ് എൻ്റെ കീഴിൽ ജോലി ചെയ്ത് അതുകൊണ്ട് 6-7 പേര് PhD എടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സജീവ ഒരാളാണ് PhD എടുത്ത്. എനിക്ക് തോന്നുന്നു പിന്നെ ആരും വന്നില്ല എന്ന് തോന്നുന്നു. താഴെ വരണം, താഴെ വന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അഗ്നി താഴെ വന്ന് എന്നെ പ്രതീക്ഷിക്കുന്നു. അഗ്നി തീയല്ല, അഗ്നിദേവൻ, മഴദേവൻ. വൃത്രാസുരനെ ഇന്ദ്രൻ കൊന്നു എന്ന് പറഞ്ഞാൽ മഴ പെയ്യിച്ചു എന്നർത്ഥം. ഇങ്ങനെ ഒട്ടനവധി ചിന്നിച്ചിതറിയ അറിവുകളാണ്. ശരിയായിട്ടൊരു ക്രമപ്പെടുത്തിയുള്ള അറിവുമല്ലെന്ന് തോന്നുന്നില്ലയോ നിങ്ങൾക്ക്? കുറേ കാര്യങ്ങൾ വായിച്ചു. വല്ലതിനും വല്ല ഗുണമായോ ഞാൻ പറഞ്ഞത്? എൻ്റെ ഗായത്രി വ്യാഖ്യാനം കാണാം.
വളരെ വിസ്തരിച്ച്. പിന്നെ തത്വമസി എന്ന ഒരു പുസ്തകം തന്നെ ഉണ്ട്. അത് അതിക്കുന്ന ആറ്റുകാലിനെ പറ്റി പ്രധാനമായിട്ടും ഗായത്രി എന്ന് പറഞ്ഞ 24 അക്ഷരങ്ങളുള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. ആ 24 അക്ഷരങ്ങളിലുള്ള ഗായത്രി എഴുതിയ കവിതകളും ഉണ്ട്. ശാർദൂല വിക്രിയുടെ എഴുതിയ കവിതകളും ഉണ്ട്. അങ്ങനെ പല വൃത്തത്തിലുള്ള ദ്രാവിഡ സംസ്കൃത വൃത്തങ്ങളിലുള്ള കവിതകളുമുണ്ട്. ഹൃദയദീപം എന്നാണ് പേര് പുസ്തകത്തിന്. അത് ആറ്റുകാലിൽ എനിക്ക് വയറിന് നല്ല സുഖമില്ലാണ്ടായി. അപ്പോൾ ആശുപത്രി പോയപ്പോൾ അവർ ഓപ്പറേഷൻ വേണം, ഹെർണിയയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്നിരുന്ന് എന്താ ചെയ്യേണ്ടത്, ഓപ്പറേഷൻ തിയേറ്ററൊക്കെ പോയി കാണിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി അവിടെ ചെന്നു. പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇഞ്ഞ് വന്നു. ഇവിടെ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് രാത്രിയിൽ ആരോ ഈ മുറി വന്ന് എൻ്റെ വയറ് തിരുമിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. വെളിച്ചമായപ്പം വയറിന് യാതൊരു അസുഖവുമില്ല. ആ പുസ്തകം ഒന്ന് എടുത്തുകൊണ്ട് ഒരു കാണിച്ച്, വയറിന് ഒന്നുമില്ല, ഹെർണിയം പോയി, എല്ലാം പോയി, ശാന്തം, സുഖമായിരിക്കുന്നു. അപ്പോൾ അവന് ആറ്റുകാലമ്മയ്ക്ക് നമ്മൾ 101 പുസ്തകം കൊണ്ട് സമർപ്പിച്ചു. പലർക്കും കൊടുത്തു, അത് കോപ്പി തീർന്നു പോയി. കാണിക്കാതിപ്പോൾ ഒറ്റദീപവുമില്ല വിണ്ണിൽ, അമൃതം തൂകുന്നിലാവിൻ രസം വറ്റിപ്പോയി, നിറഞ്ഞിടുന്നത് ഇരുളിന് വ്യാളീ മുഖം മാത്രമായി, എന്തെന്നങ്ങ് പകച്ചു നിൽക്കെ ഹൃദയശ്രീകോവിലിൽ നിന്നുമായി പൊന്തിക്കാണുന്നു ദിവ്യപ്രഭ ചൊരിയും നിന്റെ കാരുണ്യരൂപം. അങ്ങനെ പിന്നെ ഉഷപൂജ, അവതാരം, വീണ്ടും അംബാകടാക്ഷം, ദർശനം, സമർപ്പണം, എല്ലാം സമർപ്പിപ്പൂ പാദപദ്മങ്ങളിൽ അമ്മേ, ശമത്തിലുറപ്പിക്കയൻ മനം. നാവേ പാടുക. പാൽക്കടൽ ഇവിടുത്തെ വേദങ്ങളും പുരാണങ്ങളും ഒക്കെയാണ്. 100,000 ഭാവരൂപങ്ങൾ, രൂപരാഗങ്ങളാൽ പാലിനു നൽകി ഹിരൺമയ ചിത്രങ്ങൾ. അന്ധതാമിശ്ര ചുഴികളിൽ ചൂഴുന്ന മർത്യരിൽ ശാശ്വത ദീപം തെളിയിച്ചു. വേദേതിഹാസ പുരാണ ശാസ്ത്രങ്ങളാം പാൽക്കടലെ സൃഷ്ടിച്ചു. ഭൂവിൽ അനശ്വരം സർഗക്രമത്തിൽ വിടർന്ന നിഗൂഢമാം സത്യം പിടിക്കുന്ന ക്ഷീരതരംഗങ്ങൾ. ആവോളമുള്ളിൽ നിറയ്ക്കാം അതിൽ നിന്നും ആലോകരശ്മികൾ, ധർമ്മമാർഗങ്ങളും കർമ്മഗീതത്തിൻ്റെ ഈണങ്ങൾ. ധന്യമാം വൈഖരീനാദലയങ്ങൾ, ഉൾക്കാഴ്ചകൾ, ശാന്തിതനിഷ്ഠകൾ, നിർവൃതി ദീപ്തികൾ, യോഗപ്രകാശപ്രതിഭാകിരണങ്ങൾ, തത്വപ്രപഞ്ചനങ്ങൾ. പൂർണ്ണസത്യവും നിത്യമായ ആനന്ദമന്ത്രവും ആദിഗന്ധത്തിൻ വികാസ സ്ഫുലിംഗങ്ങൾ, ആത്മീയ കാന്തികൾ, ദിവ്യമാം വിദ്യകൾ. ധർമാർത്ഥകാമമോ സോപാനങ്ങൾ പിന്നിട്ട് വിശ്രാന്തിയേകുന്ന അമരത്വശുദ്ധിയും
എല്ലാം കടഞ്ഞെടുത്തുൾക്കൊള്ളുക നാമിനി നവ്യമാം മാനവസ്പന്ദമുണർത്തുക. ഇതാണ് എഴുത്തൊക്കെ എങ്ങനെയാ? ഇതാ വ്യാസൻ്റെ കാര്യം. കൈ രണ്ടും ശിരസിൽ വെച്ച വിരമിപ്പ് മഹാമുനി. ഇത് നോക്കിയാട്ടെ, നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എന്നെ തന്നെ തിരഞ്ഞെടുത്തതെന്ന് അറിയാൻ വയ്യ. ഇത്ര മതിയോ? ആവശ്യമായോ? വേദങ്ങളെല്ലാം കാണാൻ പഠിക്കാൻ നോക്കത്തില്ല. ഞാൻ കൃഷ്ണയജുർവേദം പഠിച്ചു. കൃഷ്ണയജുർവേദം കാണാൻ പഠിച്ചു. ഒന്നും ഇപ്പോൾ ഓർക്കുന്നില്ല. ഏതാണ്ട് 50 കൊല്ലം മുമ്പോട്ട് പഠിച്ചത്. ഒന്നും കാണാൻ പഠിക്കാം. മാത്രമല്ല ഇത് വേദം പഠിച്ചതിൻ്റെ പേരിൽ എനിക്ക് സ്കൂൾ പഠനം പോയില്ലയോ. പിന്നീട് പഠിച്ചാൽ കവർ ചെയ്ത് വന്നത്. അപ്പോഴത്തെ പഠിക്കണം എന്നുള്ള എൻ്റെ താല്പര്യം കൂടുതൽ കൊണ്ട് പഠിച്ച് കയറി എന്നുള്ളതേ ഉള്ളൂ. പിന്നീട് വെളിയിൽ ജബൽപൂർ യൂണിവേഴ്സിറ്റി പോയി ക്രമമായിട്ട് റെഗുലർ സ്റ്റുഡൻ്റായിട്ട് MA ചേർന്ന് അങ്ങനെ മുന്നോട്ട് വന്നിട്ട് ഇവിടെ വന്ന് PhD എടുത്ത് അതൊക്കെ താമസിച്ചു, വളരെ താമസിച്ചു. ഇത്ര കൊണ്ടൊരു തിസിസ് 91 മറ്റോ 91 അത്രേ ആയുള്ളൂ. ഇപ്പോഴാ ഇത്രയും കൊല്ലമേ ആയുള്ളൂ. പഠിക്കാനുള്ളൊരു താല്പര്യം കൊണ്ട് എന്നേ ഉള്ളൂ. അപ്പം ഇതുകൊണ്ട് എന്തോ നേട്ടമൊന്നുമില്ല. ഇപ്പം താൻ പഠിച്ചു എന്ന് വെച്ചിട്ട് കാര്യം. ശങ്കരാചാര്യം പറഞ്ഞു, തൻ്റെ മരണസമയമുണ്ടല്ലോ തൻ്റെ വ്യാകരണമൊന്നും രക്ഷിക്കത്തില്ലേ. ഓർക്കുന്നുണ്ടത്? നഹി നഹി രക്ഷതി ഡുറിഞ്ഞു കരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. തനിക്ക് രക്ഷ കിട്ടത്തില്ലേ വ്യാകരണം പഠിച്ചുകൊണ്ട്? തനിക്ക് രക്ഷ കിട്ടണമെങ്കിലുണ്ടല്ലോ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. വേദത്തിനകത്തൊരു ഭാഗത്ത് പറയുന്നുണ്ട്, സംസിദ്ധം ധനമുഭയം. സമ്പത്ത് കിട്ടുന്നത്ര ഭൗമികമായിട്ടും ആധ്യാത്മികമായിട്ടും കിട്ടുന്ന സമ്പത്ത് ശേഖരിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. സംസിദ്ധം ധനമുഭയം, രണ്ട് വശത്തു നിന്നുള്ള സമ്പത്ത് ശേഖരിച്ചോളൂ. മൂഢ ജഹീഹി ധനാഗമതൃഷ്ണാം. ധനം വേണമെന്നുള്ളതല്ലയോ ഒന്നും അറിവില്ലാത്തവനെ ധനം വേണമെന്ന ആഗ്രഹം ഉപേക്ഷിക്കൂ. ഇതിൽ രണ്ട് വ്യത്യാസമുണ്ടോ? ധനം ശേഖരിക്കൂ എന്ന് വേദം, ഉപേക്ഷിച്ചു എന്ന് ഭജഗോവിന്ദം. മൂഢജഹീഹി ധനാഗമതൃഷ്ണാം ഭജഗോവിന്ദം. ഒട്ടനവധി ഞാനീ കാണാതെ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ 1 or 2 പ്രാവശ്യം വായിക്കുമ്പോൾ അതൊക്കെ ഓർമ്മ വരും. അതുകൊണ്ട് കാണാതെ പഠിക്കാനായിട്ട് പഠിക്കുകയല്ല. മഹാഭാരതം തന്നെ എന്ത് ഭാരതേ തന്ന ഭാരതേ നാം. യാതൊന്നാണോ ഭാരതത്തിൽ ഇല്ലാത്തത് അത് ഭാരതത്തിലില്ല. എന്ന ഭാരതേ തന്ന ഭാരതേ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സർവ്വകാര്യങ്ങളും ഭാരതത്തിലുണ്ട്. സർവ്വതരത്തിലുള്ള കഥകളും വിശ്വാമിത്രൻ്റെ മാംസഭക്ഷണം വരെ മഹാഭാരതത്തിലുണ്ട്, രാമായണമുണ്ട്. ഈ പറഞ്ഞ ഇതുണ്ട്. ക്ഷീരസാഗരം കടഞ്ഞെടുത്തതിനെ പറ്റിയുള്ള കഥ അതിനകത്തുണ്ട്. സത്യവാൻ സാവിത്രി അതിനകത്തുണ്ട്. ഈ ലോകം മുഴുവനുണ്ട് മഹാഭാരതത്തിൽ. മഹാഭാരതം നടന്നിരിക്കുമോ? ഇല്ല എന്ന് വേണം പറയാൻ. ഭാരതം നടന്നു കാണത്തില്ല.
ഒട്ടനവധി കഥകളുടെ ഒരു സംഗ്രഹമാണ് എന്നേ കണക്കാക്കാനൊക്കത്തുള്ളൂ. ഒരുപാട് കഥകൾ ഒരുമിച്ച് ചേർത്തു. അപ്പം മഹാഭാരതത്തിൽ ഇല്ലാത്ത, പക്ഷേ എഴുതി കഴിഞ്ഞപ്പോൾ അയാൾ കരഞ്ഞു. കഷ്ടമായി പോയാലോ. മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോഴോ മഹാഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഭാഗവതം 12ാം സ്കന്ധത്തിൽ പറഞ്ഞു, കൃഷ്ണനുണ്ടല്ലോ യുദ്ധത്തിന് എതിരല്ല, യുദ്ധമുണ്ടാക്കിയിട്ട് ഈ കൗരവ പാണ്ഡവന്മാർ തമ്മിൽ യുദ്ധമുണ്ടാക്കണമെന്ന് ആൾ ആഗ്രഹിച്ചിരുന്നു. കാരണം ഭൂമിയുടെ ഭാരത്തെ കുറയ്ക്കണം എന്നാണ് കൃഷ്ണൻ ആഗ്രഹിച്ചിരുന്നത് എന്ന് പറഞ്ഞു. ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞത് ഉണ്ടായിട്ടുണ്ടോ ആള്? അത് മറ്റൊരു കഥ. കൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഞാനില്ല. എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാട്ടെ പുസ്തകങ്ങൾ കാണാതെ പഠിക്കാനായിട്ട് വാങ്ങി ഉദ്ദേശമല്ല. നീ ഈ ശാന്തോക്യ ഉപനിഷത്തിനകത്തൊക്കെ വരുന്ന നീ നിൻ്റെ ഗുരുവിൻ്റെ അടുക്ക പോയില്ലയോ? പോയി. അപ്പോൾ യാതൊന്നാണോ അറിഞ്ഞാൽ വേറെ ഒന്നും അറിയണ്ടാത്തത് അതറിഞ്ഞോ? ഓ, അത് ഞാൻ ചോദിച്ചില്ല. എന്നാൽ ഗുരുവിനോട് ചോദിച്ചിട്ട് വരും. ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഗുരു പറഞ്ഞു അതെനിക്കും അറിയാൻ വയ്യ. അച്ഛൻ പറഞ്ഞു കൊടുത്തു തത്വമസി 9 പ്രാവശ്യം പറഞ്ഞു. തത്വമസി ശ്വേതകേതു. ശ്വേതകേതു ശബരിമലയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുക. ഞാനിതൊന്നും കാണാൻ പഠിച്ചതല്ല, വായിച്ചിങ്ങനെ കടന്നു പോകും. ഒരു പ്രാവശ്യം എങ്ങാണ്ടൊക്കെ വായിക്കാറേ ഉള്ളൂ. വായിച്ചിങ്ങനെ പോകും, കുറേയൊക്കെ ഓർമ്മ നിൽക്കും. നമ്മുടെ ഒരു സാറുണ്ട് ഇവിടെ, പ്രബോധേന്ദ്രൻ സാറ്, കേട്ടിട്ടുണ്ടോ? എന്നെ പഠിപ്പിച്ച ഒരു സാറാണ്. അദ്ദേഹം മനഃശാസ്ത്ര വിദഗ്ധനാണ്. അദ്ദേഹം പറയും ഓർമ്മ നിൽക്കുന്നതിന് എത്ര പ്രായമായാലും ഒറ്റ വഴിയുണ്ട്, എപ്പോഴും എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കണം, ഓർമ്മ നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഓർമ്മ എനിക്ക് നഷ്ടമില്ല. ഇത്രയും പ്രായമായിട്ടും എന്തോ വായിച്ചാലും ഓർക്കും. പ്രമോദേന്ദ്രൻ സാർ എന്നോട് പറഞ്ഞു എപ്പോഴും എന്തെങ്കിലും വായിച്ചുകൊണ്ടോ ഓർത്തുകൊണ്ടോ ഇരിക്കണം. ഇപ്പോൾ അറിയാവുന്ന ആര് വേണമെങ്കിൽ എന്തോ ചോദിച്ചാലും എൻ്റെ ജന്മകാലം മുതലുള്ള കാര്യം പറയാം, പഠിച്ചതും പറയാം, അന്ന് പഠിച്ച മന്ത്രങ്ങളും കാണാതെ പറയാം. അന്ന് പഠിച്ച ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ്. പിന്നെ പ്രത്യേകത ഇത് ഇപ്പം കുറച്ച് കവിതകളൂടെ എഴുതി. ആറ്റുകാലമ്മയെ പറ്റിയാണ് എഴുതിയത്. കവിത പുസ്തകം കണ്ടല്ലോ. അതെങ്ങനെ തോന്നുന്നുണ്ടോ? എഴുന്നൂറ്റൂല അതിൻ്റെ എഴുതുന്നത്. ഞാനത് പറയുകയും ചെയ്തു. ഞാൻ എന്നെ ഇങ്ങനെ ചിത്രമെടുക്കുന്നതിന് എങ്ങനെ താല്പര്യം ഇപ്പോൾ കാണിച്ചു എന്നാ. വേദപണ്ഡിതന്മാർ വേറെ ഇത്രയോ ഇരിക്കുന്നു. പ്രകാശമേ നയിച്ചാലും എന്നാണ് വേദത്തിൻ്റെ ആദ്യം മുതൽ നമ്മൾ അവസാനം വരെ പ്രകാശമേ നയിച്ചാലും. നയിക്കുക എന്നൊരു കവിതയുണ്ട് ഇതിനകത്ത്. നയിക്കുക എന്ന നീ പ്രദീപ്തമാം ദീപ്ത വഴികളിലൂടെ യുഗന്തമോളവും പ്രകാശത്തിലേക്ക് നയിക്കുക. എന്താണ്? പിന്നീട് ഏതവസരത്തിലും നമുക്ക് ഈശ്വരഭക്തി മനസ്സിലുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക. ഈശ്വരൻ ഞാൻ തന്നെയാണെന്നുള്ള പ്രശ്നമില്ല. ഈശ്വരന് എല്ലാം പൂജാമുറിയിൽ
എല്ലാ ഈശ്വരന്മാരുടെ സങ്കല്പങ്ങളും ഉണ്ട്. തിരക്കിടൊന്നുമില്ല. നല്ല പുസ്തക ശേഖരമുണ്ട്. മലയാളത്തിലും ഹിന്ദിയിലും സംസ്കൃതത്തിലും എല്ലാം ഇരിപ്പുണ്ട്. വൃത്തശാസ്ത്രമുണ്ട്, വൃത്തം അതുമുണ്ട്. അലങ്കാര ശാസ്ത്രമുണ്ട്, എല്ലാ പുസ്തകങ്ങളും ഉണ്ട്. അതുപോലെ ഐതിഹ്യങ്ങൾ അടങ്ങുന്ന ഐതിഹ്യമാലയുണ്ട്. ഒട്ടനവധി ബുക്കുകളുണ്ട്. പുസ്തകം വെക്കാൻ സ്ഥലമില്ലാണ്ട് അതുപോലെ ദേവീ ഭാഗവതമുണ്ട്, അഗ്നിപുരാണമുണ്ട്. അഗ്നിപുരാണം ഇത്രയുണ്ട്. ഇത് വായിക്കാനൊക്കെ വായിച്ചു തീരുകയില്ല, തിരഞ്ഞെടുത്തൊക്കെ ഉള്ളൂ. ദേവീ ഭാഗവതമൊന്നും വായിച്ചു തീരുകയില്ല, അസാധാരണ വലിപ്പമാണ്. അപ്പം ഇത്രയും ചെയ്ത് എന്നെ ഇങ്ങനെ വിശേഷിച്ച് സംസാരിച്ച് ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്ത് ഈ പറഞ്ഞ മൊബൈലിലെടുത്ത എല്ലാ നമ്മളുടെ ബഹുമാനപ്പെട്ട ആളുകൾക്കും ഗുരുഭൂതന്മാർക്കും ഞാൻ നമസ്കാരം പറഞ്ഞുകൊള്ളുന്നു. അത് വന്ദേ ഗുരുപരമ്പരാം ആണ്. നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഗുരു ശിവനാണെന്നാണ് പറയുന്നത്. കേട്ടിട്ടുണ്ടോ? അങ്ങനെ സങ്കല്പമുണ്ട്. ശിവനാണെന്നാണ് പറയുന്നത്. എല്ലാ വിദ്യയുടെയും നേതൃത്വം ശിവനാണെന്നാണ് പറയുന്നത്. അതായത് പാണിനിയുണ്ട്. പാണിനി കേട്ടിട്ടുണ്ടോ? സംസ്കൃതത്തിലെ നൃത്താവസാനേ നടരാജരാജോ നനാദഠക്കാം നവപഞ്ചവാരം ഉദ്ധർത്തുകാമ സനകാദിസിദ്ധാൻ ഏതാൻ വിമർശേ ശിവസൂത്രജാലം. അതായത് ശിവനിങ്ങനെ ഠക്കയുണ്ട് ഇടയിൽ, ഇങ്ങനെ ആണിക്കും. ഇതിൽ നിന്ന് പുറപ്പെട്ട ശബ്ദത്തിൽ നിന്നാണ് വ്യാകരണം ഉണ്ടായത്. വ്യാകരണം അത് കേട്ട് പകർത്തിയെടുത്തതാണ് പാണിനി. അവിടെ നിന്നാണ് വ്യാകരണം മുന്നോട്ട് പോയത് എന്നാണ് പറയുന്നത്. അതിനെ തുടർന്ന് മണിമേഖല അവരുടെ തമിഴിൽ വ്യാകരണം. ഞാൻ സംസ്കൃതം കുറച്ച് വേദപാഠശാലയിൽ പഠിച്ചില്ലയോ. പിന്നെ ഇവിടെ നമ്മുടെ ഒരു വാസുദേവൻ പൂറ്റി സാറുണ്ടായിരുന്നു, മരിച്ചുപോയി. സംസ്കൃത കോളേജിലെ പ്രിൻസിപ്പലായിരുന്നു അദ്ദേഹം. എൻ്റെ ഗുരുവായിരുന്നു. സംസ്കൃതം ഇവിടെ വന്ന് അദ്ദേഹത്തിനിടയ്ക്കലും സംസ്കൃതം പഠിക്കുകയാണ്. അപ്പം കുറച്ച് സംസ്കൃത പരിചയമുള്ളത് കൊണ്ടാണ് ഇതൊക്കെ വായിക്കാനും മനസ്സിലാക്കാനും ഒക്കുന്നത്. നമ്മുടെ എല്ലാ ഗ്രന്ഥ പരമ്പരകളും സംസ്കൃതത്തിലാണ്. അതാണ് ഈശ്വരാന്ന് വിളിക്കണമെങ്കിൽ തന്നെ സംസ്കൃതത്തിലാണ്. ഈശ്വരന് ഇപ്പം മലയാളം അറിയാൻ വയ്യ, സംസ്കൃതത്തിലേ ഉള്ളൂ. ഞാനൊക്കെ ഇരിക്കുന്നു. എന്നോടിങ്ങനെ സംസാരിക്കാൻ തക്ക കഴിവ് എനിക്കെവിടെ ഉണ്ടെന്നറിയാൻ വയ്യ. ഇത്രയും നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് തുടക്കത്തിൽ പറഞ്ഞ പോലെ അറിയുക, അനുഭവിക്കുക, അറിവായിരിക്കുക, അത് തന്നെ ജീവിച്ച് കാണിച്ചു തരുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം. ചെറുപ്പകാലങ്ങളിലെ പഠിച്ചറിഞ്ഞ് അനുഭവിച്ച് അറിവായി തന്നെ നിലനിൽക്കുകയാണ് ഇത്രയും നേരം നമ്മളോടൊപ്പം സത്സംഗത്തിന് വേണ്ടി അവസരം നൽകിയ ഈ പ്രായത്തിനിടയിലും ഇത്രയും നേരം നമുക്ക് വേണ്ടി ചെലവഴിച്ച അദ്ദേഹത്തിന് ഇനിയും ജനങ്ങളിലേക്ക് അറിവ് പകരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. നമസ്കാരം. നമസ്കാരമേ നമസ്കാരം. ഈശ്വരാം ജീവേമ ശരദശതം നൂറുകണക്കിന് ആയുസ്സുണ്ടായിട്ട് കർമ്മപഥത്തിൽ കൂടി കടന്നുപോയിട്ട് ജീവിക്കണേ ഈശ്വരാ. എല്ലാ നന്മകളും ഞാൻ നേരുന്നു.
ദൈവമേ, നമ്മുടെ എല്ലാ ആളുകളെയും രക്ഷിക്കണേ. ആറ്റുകാലമേ, എല്ലാ നന്മകളും എനിക്ക് വേണ്ടി പരിശ്രമിച്ച എല്ലാ മഹത്തുക്കൾക്കും നമസ്കാരമുണ്ട്. എല്ലാവരെയും രക്ഷിക്കണേ. ഈശ്വര, എനിക്ക് ഇങ്ങനെയൊരു അവസ്ഥ ഞാൻ മികച്ചതാണ് എന്നൊരു അർത്ഥവിശേഷം ഉണ്ടാക്കി തന്ന ആറ്റുകാലമ്മയോടും എനിക്ക് കടപ്പാടുണ്ട്. ആറ്റുകാലമ്മയെ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരമേ. ഈശ്വര, നമ്മളെയാണോ ഇതിനും തക്ക പറഞ്ഞു കൊടുക്കാം. ഗുരുപ്രസാദ് അത് ശരി. രാധാസങ്കല്പം. രാധേ രാധേ. ഞാൻ കഴിഞ്ഞ ദിവസം രാധയുടെ സങ്കല്പം, രാധ എന്ന് പറഞ്ഞത് ഒരു സങ്കല്പമാണ്. രാധ എന്ന സങ്കല്പത്തെ പറ്റി ഒരു ബുക്ക് മുഴുവനുണ്ട് ഇവിടെ. രാധ എന്നുള്ള വാക്കിന് പ്രകാശം എന്നർത്ഥമാണ്. രാധേശ്യാം, ഇത് രണ്ടും എവിടെ ആയിരിക്കുന്നത്? ഈ രാധ അത് വലിയ ഒരു പുരാണം, ബ്രഹ്മവൈവർത്ത പുരാണമുണ്ട്. കണ്ടിട്ടുണ്ടോ? ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറയുന്നു, ഇത് ഏതായാലും ഇത്രയും സംഭാവന ചെയ്തതില് ഇദ്ദേഹത്തിൻ്റെ കടപ്പാട് അറിയിച്ചു കൊള്ളുന്നു. ഈ കടപ്പാടെല്ലാം അറിയിച്ചുകൊണ്ട് ആറ്റുകാലമ്മയ്ക്ക് നമസ്കാരം. എനിക്ക് ആറ്റുകാലമ്മ എൻ്റെ അമ്മ